ഇനി വസന്തമാഷ തുടങ്ങുന്നതിന് മുമ്പ് വസന്തമാഷ നമുക്കൊരു സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളെ ഇടപെടാൻ എനിക്ക് മനസ്സിലായത് ഇന്നലെ ഡോക്ടർ പിജിയുടെ ഒരു സെഷൻ വൈകുന്നേരം തലത്തിന്റെ സർവസമ്മതത്തിനിടയ്ക്ക് പറഞ്ഞിരുന്നു. നമ്മൾ അതുപോലെ തന്നെ ഇന്ന് കെ വി രാമകൃഷ്ണ മാഷിന്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് വായന നന്നായി വളർത്തുക, കൂടുതൽ വായിക്കുക, കൂടുതൽ അറിയുക എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മളെല്ലാവരും എഴുതി കൂട്ടുന്നുണ്ട്, പക്ഷെ എത്രത്തോളം വായനയിലേക്ക് ഞാൻ സ്വയം വിമർശനാത്മകമായിട്ട് തന്നെയാണ് പറയുന്നത്. ഉള്ളവരുണ്ടാകാം, അതിനെ ഞാൻ അംഗീകരിക്കുന്നു. എങ്കിലും നമ്മൾ കൂടുതൽ വായനയിലേക്ക് നയിക്കാൻ ഈ കവിതയുടെ ഞാറ്റുവേല കാലത്ത് ഞാറ്റുവേല ആസ്വദിച്ച എല്ലാവർക്കും തന്നെ കൂടുതൽ വായിക്കാനാവട്ടെ, അതിലൂടെ നമ്മുടെ വിളവുകൾ മികവുറ്റതാക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മാഷിന് പ്രത്യേകം നന്ദി പറയുന്നു. അടുത്ത സെഷൻ നമ്മളോട് സംസാരിക്കുന്നത് എസ് കെ വസന്തൻ മാഷാണ്. മാഷിനെ എത്രയും സ്നേഹത്തോടെയും ആദരവോടെയും ഞാൻ സ്വാഗതം ചെയ്യണം. എങ്ങനെ ചെറുകഥ എഴുതാം എന്നതല്ല പ്രമേയം. എങ്ങനെയൊക്കെ ചെറുകഥ എഴുതിയിട്ടുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കി ചെറുകഥാരചനയെ പറ്റി ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയൊക്കെ ചെറുകഥ എഴുതാം എന്നുള്ള ചോദ്യത്തിനുള്ള അർത്ഥം ഇതുവരെ എഴുതിയതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയിൽ ഒരാൾ ഒരു കഥ എഴുതി കഴിഞ്ഞാൽ പിന്നീട് ചെറുകഥയെ പറ്റി പറയുന്ന ആൾ അങ്ങനെയും എഴുതാം എന്ന് കൂട്ടിച്ചേർക്കും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് കഥാരചനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ചിലത് മാത്രം വിശദീകരിക്കുക എന്ന വളരെ പരിമിതമായ മണ്ഡപത്തിലാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം പറയാനുള്ള കാര്യം ഒരു തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടിയിട്ടാണ്. പൊതുവെ നമ്മളുടെ സാഹിത്യ ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് ഇംഗ്ലീഷിലായാലും ഇങ്ങനെയാണ് പറഞ്ഞു വരുന്നത്, സാഹിത്യ തറവാട്ടിലെ ഇളമക്കാരനാണ് ചെറുകഥ എന്ന്. നോവലിന് 1000-500 കൊല്ലത്തെ പഴക്കമുണ്ട്. കവിതയ്ക്ക് 2000 കൊല്ലം പഴക്കമുണ്ട്. ഒരുപക്ഷെ നാടകത്തിനും അത്രയും പഴക്കമുണ്ട്. സാഹിത്യ തറവാട്ടിലെ കാരണവൻ ആരാണ്? കവിതയാണോ നാടകമാണോ എന്നുള്ളതിലാണ് തർക്കം. പക്ഷെ ആർക്കും തർക്കം ഇല്ലാത്തൊരു കാര്യം, ഇതിലേറ്റവും ഇളമക്കാരനാണ് ചെറുകഥ എന്നുള്ളതാണ്. പക്ഷെ അത് ശരിയല്ല. സാഹിത്യ തറവാട്ടിലെ കാരണവൻ ചെറുകഥയാണ്. ചെറുകഥയ്ക്ക് ശേഷം മാത്രമാണ് നമുക്ക് നാടകങ്ങളും കവിതകളും ഒക്കെ കിട്ടുന്നത്. എത്ര കാലം പഴക്കമുണ്ട് ചെറുകഥ? മനുഷ്യരാശിയുടെ സാഹിത്യ സൃഷ്ടി തുടങ്ങുന്നത് കഥകളിലൂടെയാണ്. ഉപനിഷത്ത് കഥകളിലൂടെയാണ് ആശയം പറഞ്ഞു വെച്ചിരുന്നത്. ബുദ്ധൻ കഥകളാണ് ആളുകളോട് പറഞ്ഞു കൊടുത്തത്. ക്രിസ്തു ആളുകളോട് കഥയാണ് പറഞ്ഞു കൊടുത്തിരുന്നത്. അങ്ങനെ ആഖ്യാനത്തിലൂടെ, കഥ പറയുന്നതിലൂടെ കാര്യങ്ങൾ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നാഗരികതയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. നമുക്കിപ്പോൾ പുസ്തകങ്ങൾ ധാരാളം കിട്ടും. ഉപനിഷത്ത് കഥകൾ, ഉപനിഷത്തിലെ കഥകളാണ്. പഞ്ചതന്ത്ര കഥകൾ എത്രയോ കാലം പഴക്കമുള്ളതാണ്. അറബിക്കഥകൾ, പാരസീക കഥകൾ. ഈ ലോകത്തിൻ്റെ എല്ലാ കോണിലും കഥയിലൂടെ ആണ് ആശയവിനിമയം നടത്തിയിരുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും
പ്രസിദ്ധനാരായണ സ്വാമിയുടെ പുസ്തകം കിട്ടുന്ന ഉപനിഷത്ത് കഥകൾ എന്ന് പറഞ്ഞു. ഉപനിഷത്ത് എന്നുള്ള പദത്തിന് മുമ്പിൽ അടുത്ത് എന്നാണ് വാക്കിനർത്ഥം. തൊട്ട് മുമ്പിൽ അടുത്തിരിക്കുന്ന കൗമാര പ്രായക്കാർക്ക് കുറെ കൂടി പ്രായമുള്ളവരാൾ തത്വങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഈ ഉപദേശത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് കഴിഞ്ഞാൽ ഉപദേശം കൊടുക്കുന്നവന് ഒരിക്കലും ഇത് മടുക്കില്ല, കേൾക്കുന്നവന് വേഗം മടുക്കും. അതാണ് ഈ ഉപദേശത്തിൻ്റെ ലോകത്തിലെമ്പാടുള്ള ഒരു പ്രത്യേകത. അപ്പം ഈ മുനി തൻ്റെ മുമ്പിലില്ലാന്നുള്ള 15-16 വയസ്സുള്ള കൗമാര പ്രായക്കാർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർ ആ കഥ ഉൾക്കൊള്ളും. കുറേ കാലം കഴിയുമ്പോൾ ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ ഈ കഥയുടെ അന്തരാർത്ഥം ആ കുട്ടി മനസ്സിലാക്കും. ശിവകേതുവിൻ്റെ കഥയിൽ ഒരു ഋഷിയും അയാളുടെ ശിഷ്യനും പുറകെ പോവുകയാണ്. അപ്പോൾ ശിഷ്യൻ പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചു, ആരാണ് ഈശ്വരൻ എന്ന്. ഓർക്കാപ്പുറത്ത് ഈ ചോദ്യം കേട്ടപ്പോൾ മുനി ഒന്ന് അമ്പരന്നു. അപ്പോൾ മുനി ശിഷ്യനോട് തിരിച്ചു ചോദിച്ചു, നീ പറയും, തെറ്റാണെങ്കിൽ ഞാൻ തിരിച്ചു തരാം, നീ പറയും എന്ന് കൊണ്ട് അവൻ്റെ കോർട്ടിലേക്ക് മാറ്റി ചോദിച്ചു. അവൻ പറഞ്ഞു, കുറച്ച് ആലോചിച്ചിട്ട് പറഞ്ഞു, സൂര്യനാണ് ഈശ്വരൻ, എല്ലാവർക്കും ഊർജ്ജം നൽകും. അപ്പോൾ മുനി ചിരിച്ചുകൊണ്ട് വരുമ്പോൾ രാത്രി ഈശ്വരനില്ല അല്ലേ? അപ്പോഴാണ് ഇവന് വീട്ടിൽ മനസ്സിലായത് അഗ്നിയാണ് ഈശ്വരൻ എന്നുവെച്ചാൽ നിന്റെ അടുത്ത് കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ഈശ്വരനെ എനിക്ക് ഓടിക്കാം, ഇതല്ലേ അർത്ഥം. അപ്പോഴും അതെ ഇവർ ഓരോന്നും ഇങ്ങനെ പറയുമ്പോഴൊക്കെ മുനി അതല്ല നെയ്തി 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 എന്നാണ് പറയും. ഇവരെ ഈ ശിഷ്യൻ എന്ത് ചോദിച്ചാലും മുനി നെയ്തി എന്നാണ് മറുപടി പറയുന്നത്. അടുക്ക ഈ ശിഷ്യൻ വിചാരിച്ചു ഇനി നേതി എന്ന് പറയണമായിരിക്കും ഈശ്വരൻ. അവൻ ചോദിച്ചു, നേതി ആണോ ഈശ്വരൻ? അതിനും നേതി എന്ന് തന്നെയാണ് മുനി പറഞ്ഞത്. അങ്ങനെ ആരാണ് ഈശ്വരൻ എന്നുള്ള ചോദ്യത്തിന് നേതി നേതി എന്ന ഉഭയ നിഷേധം ആണ് ഉപേക്ഷിക്കുന്നത്. കാരണം ഇതാണ് എന്ന് പറയാൻ പറ്റില്ല, ഇതല്ല എന്നതാണ് മനസ്സിലായി. ഇത് ഒരു കഥയുടെ രൂപത്തിലാണ് പറയുന്നത്. കാളവണ്ടിക്കാരൻ രൈക്കോന്റെ കഥ അതുപോലെ തന്നെയാണ്. ഏറ്റവും പ്രസിദ്ധമായിട്ട് നമ്മുടെ തത്വമസി മഹാവാക്യങ്ങളുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ ഏറ്റവും പ്രസിദ്ധമായിട്ട് പറയുന്ന തത്വമസി ഉപനിഷത്തിൽ കഥയുടെ രൂപത്തിലാണ്. 10 ചെറുപ്പക്കാരും കൂടി 10 പേര് കൂടി യാത്ര പോകുന്ന കഥയാണ് പറയുന്നത്. മുമ്പിലിരിക്കുന്ന കൗമാരക്കാരനോട് പറഞ്ഞു കൊടുക്കുകയാണ്. 10 പേര് കൂടി യാത്ര പോയപ്പോൾ ഇടയ്ക്കൊരു ദിക്കിൽ അതിഭയങ്കരമായ ഒഴുക്കുകൾ തോന്നുന്നു. അത് ഇറങ്ങിക്കിടക്കുന്നു. കാല് വെച്ചാൽ മറിഞ്ഞു വീഴും, അത്ര വലിയ ഒഴുക്കാണ്. ഇവരൊരു വിധം കൈ കോർത്ത് പിടിച്ച് ഇറങ്ങി അപ്പുറത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവർക്ക് സംശയം, ഒരാൾ ഒഴുക്കിപ്പെട്ട് കൊടുക്കുന്നു. അതാരാണ് നിർണ്ണയിക്കില്ല. എണ്ണി നോക്കാം, 10 പേരുണ്ടോ? നിരത്തി നിർത്തിയിട്ട് നിരത്തി നിന്നിട്ട് ഒരാൾ ഇപ്പുറത്ത് വന്ന് എണ്ണീക്ക് 9 പേരുണ്ട്. ഒരാൾ പോയി നമ്മളെ തിരിച്ചായി. അപ്പോൾ മറ്റേ നിരന്നിരിക്കുന്ന കൂട്ടത്തിൽ എടുത്ത പറഞ്ഞു, നീ എണ്ണിയിൽ തെറ്റില്ലാവും, നീ ഇവിടെ വന്നിട്ട് ഞാൻ എണ്ണാം. അതുകൊണ്ട് അവരെ അവിടെ നിർത്തിയിട്ട് മറ്റവർ ഇവിടെ വന്നിട്ടുണ്ട്. എണ്ണിക്കൂടെ 9 പേരുണ്ട്. ഇവരിങ്ങനെ മാറി എണ്ണുന്നുണ്ട്. 9 പേരുണ്ട്. ഒരാൾ പോയി, അത് ആരാന്നറിയാൻ വയ്യ എന്നുള്ളതാണ്. ഇത് കണ്ടുകൊണ്ട് കുറച്ച് ദൂരത്ത് നിന്നിരുന്ന ഒരാൾ ചോദിച്ചു, കൂടുതലായല്ലേ ഈ അഭ്യാസം തുടങ്ങിയിട്ട്? 9 പേര് ഇങ്ങനെ നിൽക്കും, എടുത്തിട്ട് ഇവിടെ വരും, പിന്നെ ഇവനവിടെ പോയി നിൽക്കും, വേറെ നിങ്ങൾ വരും. എന്താ നിങ്ങളെ കാണിക്കുന്നത്? ഞങ്ങൾ 10 പേരുണ്ടായിരുന്നു, ഇപ്പോൾ 9 പേരുണ്ട്, ഒരാളെ കാണാനില്ല. അയാൾ ആരാണ് എന്ന് ഞാൻ അന്വേഷിക്കുന്നത്. അപ്പം അയാൾ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഒരാളെ അന്വേഷിക്കുന്നുണ്ടല്ലോ, അവൻ നീയാവുന്നു. തത്വം അസി, നീ ആരെ അന്വേഷിക്കുന്നുവോ അത് നീയാവുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ആര് എന്നുള്ളത് അന്വേഷിക്കുന്നു, പ്രപഞ്ചത്തിൻ്റെ വിധാനം ആര് എന്ന് നീ അന്വേഷിക്കുന്നു, ആ ആള് നീയാവുന്നു. അതാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന മഹാവാക്യം പോലെ തന്നെ തത്വമസി എന്ന മഹാവാക്യം ആണ്. ഇത് 14 വയസ്സുകാരന് 15 വയസ്സുകാരന് ഈ 10
എൻ്റെ വിഡ്ഢിത്തം മാത്രമാണ് ആദ്യം മനസ്സിൽ പതിയുക. പിന്നെ അതിൻ്റെ ഉത്തരവും വരും. ആ ഉത്തരത്തിൻ്റെ ഉദാത്തമായിട്ടുള്ള അർത്ഥം മറ്റാരും പറഞ്ഞു കൊടുക്കാതെ കാലം കഴിയുമ്പോൾ ഇവന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. ബുദ്ധൻ തൻ്റെ മുമ്പിൽ വന്നിരുന്ന ആളുകളോട് കഥകളാണ് പറഞ്ഞു കൊടുത്തത്. ബുദ്ധൻ്റെ മുമ്പിൽ ഒരു സ്ത്രീ തൻ്റെ മരിച്ച കുഞ്ഞിനെയും കൊണ്ടുപോകുന്ന ഒരു കഥയുണ്ട്. ആ കുട്ടി മരിച്ചുപോയി. അവിടെ ചെന്നിട്ട് ബുദ്ധൻ്റെ അടുത്ത് ചെന്നാൽ ചിലപ്പോൾ ജീവിപ്പിച്ച് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മ കുഞ്ഞിൻ്റെ മൃതദേഹവുമായിട്ട് ബുദ്ധൻ്റെ മുമ്പിൽ ചെല്ലുകയാണ്. അപ്പോൾ ആ സ്ത്രീയോട് ബുദ്ധൻ മരണം എന്നുള്ളത് പരമമായ സത്യമാണ്, ജീവിതത്തിൽ എല്ലാവരും മരിക്കും എന്നൊക്കെ തത്വജ്ഞാനം നമുക്ക് ഉപദേശിക്കാൻ ഉള്ള സന്ദർഭമല്ല. അമ്മയുടെ മനസ്സ് ബുദ്ധനറിയാം. അതുകൊണ്ട് എന്താണെന്ന് വെച്ചപ്പോൾ കുട്ടി മരിച്ചു, ജീവിപ്പിച്ച് തരണം. അതിനെന്താ ജീവിപ്പിച്ച് തരാം, കുറച്ച് കടുക് വാങ്ങിച്ചു എന്ന് പറയുന്നത്. ആ സ്ത്രീക്ക് സന്തോഷം. ഈ കടുക് വാങ്ങാൻ വേണ്ടി ആ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ഒരു കാര്യം, ആളുകൾ മരിക്കാത്ത വീട്ടിൽ നിന്നുള്ള കടുക് വേണം കൊണ്ടുവരാൻ. അപ്പോൾ ഒരു സ്ത്രീ ഓടി അടുത്ത വീട്ടിൽ കയറി കടുക് ചോദിച്ചു. ഒരു കടുക് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ ആ വീട്ടിൽ കുറച്ചു കാലം മുമ്പ് ഒരാൾ മരിച്ചിട്ടുണ്ട്. അയ്യോ അത് പറ്റില്ല, ഇവർ അടുത്ത വീട്ടിലേക്ക് പോയി. അടുത്ത വീട്ടിൽ ഇത് തന്നെയാണ്. ഒരു 6-7 വീട് കയറി ഇറങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാ വീട്ടിലും കടുക് കൊടുക്കാൻ ആളുകൾ തയ്യാറാണ്. പക്ഷെ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ഒരാളൊക്കെ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മരണം എന്നുള്ളത് പരമമായ സത്യമാണ്. അതെല്ലാവരും പങ്കുവയ്ക്കേണ്ട ഒന്നാണ് എന്നുള്ള സത്യം ഈ ഹാത്തോണിന് ശേഷമാണ് പ്രധാനമായിട്ടും വന്നത്. അടുത്ത ചോദ്യം, ഒരു ചെറുകഥയ്ക്ക് എത്ര നീളമാണ്, എത്ര നമ്മൾ അതിൻ്റെ പ്രസിദ്ധീകരണം തൽക്കാലം മറക്കുക. കാരണം പത്രക്കാരന് അവൻ്റേതായിട്ടുള്ള ചില നോംസ് ഉണ്ട്. ഇത്ര പേജ് അഡ്വർടൈസ്മെൻറ്റിന്, ഇത്ര പേജ് വായനക്കാരുടെ അഭിപ്രായത്തിന് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളൊരു ചെറുകഥ 7-8 പേജ് ഉള്ളൊരു പ്രിന്റിങ്ങിന് വരാവുന്ന ഒരു ചെറുകഥ അയച്ചാൽ മിക്കവാറും നിങ്ങൾക്ക് തിരിച്ചയച്ചു. അവർക്ക് അവരുടെ ഒരു ലെങ്ത് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇനി എല്ലാ പത്ര ഓഫീസിലും ഈ പ്രൊസ്പെക്ടീവിൻ്റെ കട്ടിലുണ്ട്. എന്തെങ്കിലും നോക്കി അത് ഏറ്റവും അപകടം പിടിച്ചെടുക്കുകയായിരിക്കും മിക്കവാറും നോക്കി. അങ്ങനെ ഉള്ള കഥകളുണ്ട്. പക്ഷേ കഥയെ സംബന്ധിച്ചോളം ഇത് കഥ എഴുതുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു കഥയ്ക്ക് എത്ര ദൈർഘ്യം? 500 വാക്കാണ് ഒരു കഥയുടെ ദൈർഘ്യം എന്ന് ഒരു നിരൂപകൻ പറയുന്നു. അയാൾ പറഞ്ഞത് അമ്പലവിഡ്ഢിത്താണ് എന്നുള്ളതിന് തെളിവ് മറ്റൊരു നിരൂപകന്റെ ഉദ്ധരണിയാണ്. 10,000 വാക്കാണ് ഒരു ചെറുകഥയുടെ ദൈർഘ്യം എന്ന് അയാൾ പറഞ്ഞു. ഇത് അവന് എന്തെങ്കിലും ഒരു ബന്ധം പറയാൻ പറ്റും. എഴുത്തിന്റെ കഥ 500, എഴുത്തിന്റെ കഥ 10,000 വാക്ക്. മലയാളത്തിലെ ഒരു പ്രമുഖ നിരൂപകൻ ഈ കാര്യങ്ങളിലൊക്കെ വളരെ ചിട്ടയായിട്ട് കാര്യങ്ങൾ പറയുന്നത് കേസരി ബാലകൃഷ്ണപിള്ള. കേസരി ബാലകൃഷ്ണപിള്ളയും പറയുന്നത് അദ്ദേഹം 3600 വാക്കാണ് ചെറുകഥയ്ക്കുന്നത്. ഒരു വാക്ക് കൂടുതൽ പാടില്ല, കുറയാനും പാടില്ല എന്ന് നമുക്ക് പറയാം. കേസരിയുടെ ഒരു സമീപന രീതി എങ്ങനെയാണ്? അത്രയും വാക്കുകളുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൽ നിന്ന് ഇവരെ കുറച്ചു കാണിക്കല്ല, ഈ പ്രമുഖ പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ അത്യന്തം വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ചെറുകഥയുടെ ദൈർഘ്യത്തെ പറ്റി പറഞ്ഞതിൽ നിന്ന് നമുക്ക് സ്വാഭാവികമായി എത്തിച്ചേരാവുന്ന നിഗമനം എന്താണ്? അങ്ങനെ നീളമായ ഒരു വലുപ്പം ചെറുകഥയെ പറ്റി പറയാനാവില്ല എന്നുള്ളതാണ്. വളരെ ചെറിയ കഥകൾ, വളരെ നീണ്ട കഥകൾ. ഉദാഹരണമായിട്ട് ഒരു പാരഗ്രാഫ് മാത്രം വരുന്ന കഥകൾ നമുക്കുണ്ട്. ഒരു പാരഗ്രാഫ് മാത്രം വരുന്ന കഥകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ചന്ദ്രമതിയുടെ ഒരു കഥയുണ്ട്, കാക്ക എന്നാണ് കഥയുടെ പേര്. ഒരു പാരഗ്രാഫ് ഏതൊരു 100 വാക്ക്, അത് കാക്ക എന്നാണ്. പക്ഷെ ആ കഥ നമ്മളുടെ മനസ്സിൽ കവണക്കല്ല് പോലെ വന്ന് പതിക്കുന്ന ഒരു കഥയുണ്ട്. കഥ ഇത്രയുള്ളൂ. ഈ സിദ്ധാന്തം പറയുന്നതിനേക്കാൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവുന്നതിന് ഉദാഹരണങ്ങളാണല്ലോ സഹായകമാകും. ഒരു സമ്പന്നന്മാർ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലെ ഒരു കുട്ടി, അവന് 5 വയസ്സ് പ്രായമുള്ളൂ. അവൻ്റെ അമ്മ മരിച്ചു.
അച്ഛൻ ആ മകൻ ആണ് ഫ്ലാറ്റിൽ താമസം. അമ്മയുടെ ശ്രാദ്ധം കൂട്ടുകയാണ്. ശ്രാദ്ധം കൂട്ടി കഴിഞ്ഞിട്ട് ബലിച്ചോറ് ഇലയിൽ വെച്ച് ഫ്ലാറ്റിൻ്റെ താഴെ കൊണ്ടുവന്ന് വെച്ചു. അത് കാക്ക കുത്തിട്ടിരിക്കണം. ഈ ഫ്ലാറ്റിൽ കാക്കയൊന്നും വരുന്നില്ല ഈ കെട്ടിടത്തിൻ്റെ അടുത്ത്. അപ്പോഴത്തേക്കും മഴ ധാരാളമുണ്ട്. അച്ഛൻ ഈ കുട്ടിയെ വേഗം അകത്തേക്ക് പോകാൻ, മഴ വളരണ്ട, പനി പിടിക്കും, വേണ്ടി കൊണ്ടുപോകണം. പക്ഷെ കുട്ടിക്ക് കാക്ക ഇത് തിന്നണ കാണണമെന്നുണ്ട്. എനിക്ക് അത് കാക്ക തിന്നണ കാണണം, വേണ്ട താമസിക്കേണ്ട, നീ അകത്തേക്ക് പോകാമെന്ന് അച്ഛൻ കുട്ടി കൊണ്ടുപോകും. പോകുന്ന വഴിക്ക് വാച്ച്മാനോട് പറഞ്ഞു, അത് മറ്റേ ജന്തുക്കളെ തൊടാണ്ട് നോക്കണം. ശരി എന്ന് വാച്ച്മാൻ തലവെക്കുകയും ചെയ്യും. വാച്ച്മാൻ അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഒരു 6 വയസ്സുകാരി, ഒരൊറ്റ മുണ്ട് മാത്രം ഇട്ടിട്ട് ഒരു 6 വയസ്സുകാരി ഈ വാച്ച്മാനെ വിളിച്ച് പറയും, ആ ചോറ് എനിക്ക് തരാമോ, ഇവിടെ കാക്കയൊന്നുമില്ല എന്ന് പറയുന്നൊരു കഥയാണ്. ഇതൊരു കാര്യമാണ്. പക്ഷേ ഈ ബലിയർപ്പണത്തിൻ്റെ കഥയൊക്കെ നമ്മൾ മറന്ന് ഈ 6 വയസ്സുകാരിയുടെ വിശപ്പിൻ്റെ തീവ്രതയാണ് നമ്മളുടെ മനസ്സിൽ പറയുന്നത്. ഈ കഥ വിസ്തരിച്ചിട്ടൊന്നുമില്ല. ഒരു സംഭവത്തിൻ്റെ ഒരു ഗണേശ്വരയുടെ പാരഗ്രാഫ്, ആ കഥ നമ്മളുടെ മനസ്സിൽ പെട്ടുന്നു. അത്ര തന്നെ വരുമ്പോൾ വേണം എന്നില്ല കഥയ്ക്ക്. മുമ്പേ കേട്ടൊരു കഥയാണ്, ഒരു വാചകമുള്ളൂ കഥ. റേഷൻ കടക്കാരൻ്റെ ഭാര്യ പ്രസവിച്ചു, കുട്ടിക്ക് തൂക്കം കുറവാണ്. ഒരു കഥ പറഞ്ഞു വെച്ചിരിക്കുന്നു. എത്ര സിമ്പിളായിട്ടാണ് ഈ അതിലൊരു സത്യമുണ്ട്, അതിൽ വളരെ രൂക്ഷമായിട്ട് പരിഹാസമുണ്ട്. ആ പരിഹാസം ഇതിൽ ഒരുപാട് കഥകളുണ്ട്. നമ്മളുടെ കുറേ കാലത്ത് മുമ്പ് ഒരു 6-7 കൊല്ലം, 6-7 കൊല്ലമല്ല, കുറച്ച് കാലമായിട്ടും നമ്മുടെ സ്കൂൾ ടീച്ചേഴ്സിന് സ്ത്രീകൾക്ക് സാരിയും മുണ്ടും അല്ലാതെ ചുരിദാറിട്ട് ക്ലാസ്സിൽ പോകാനുള്ള അനുവാദം കിട്ടിയില്ല. അക്കാലത്തൊരു കഥ മലയാളത്തിൽ തന്നെയുണ്ടായി. പുതിയ കഥയിലേയുള്ളൂ. പുതിയതായി ലഭിച്ച ചുരിദാറിൻ്റെ സ്വാതന്ത്ര്യത്തിൽ സുന്ദരിയായ ടീച്ചർ ബോർഡിൽ എഴുതി, ഒരു ടീച്ചറുടെ പുതിയ വേഷത്തിൽ ഭ്രമിച്ച വികൃതി ചെക്കൻ പകർത്തിയപ്പോൾ ഒരു കൂടിപ്പോയി. ഒരു വാചകം അല്ലെങ്കിൽ 2 വാചകത്തിൽ കഥകൾ നമുക്ക് പറയാൻ സാധിക്കുന്നു. ഞാൻ സൂചിപ്പിച്ച കാര്യം ഇതാണ്, വളരെയധികം ദൈർഘ്യമൊന്നും കഥയ്ക്ക് വേണം എന്നില്ല എന്നുള്ളതാണ്. എങ്ങനെ പക്ഷേ ഇത് കഥ എഴുതി തുടങ്ങുന്ന ആളുകളെ സംബന്ധിച്ചുള്ളത് പറ്റില്ല. അയാൾ വായി വലിച്ച് എഴുതുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വായി വലിച്ച് എഴുതി കഴിഞ്ഞാൽ ആ എഴുത്തുകാരൻ തന്നെ 2ാമത്തെ വായനയും 3ാമത്തെ വായനയും ഇതിൽ ആവശ്യമില്ലാത്തവർക്ക് വെട്ടി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദുർമേധസ് മുഴുവൻ ഛേദിച്ച് കളഞ്ഞ് ആവശ്യമില്ലാത്ത ഒരൊറ്റ വാക്കും ചെറുകഥയിൽ വേണ്ട. അതൊക്കെ ഇത് കുറിച്ച് പറയാൻ സാധിക്കുന്നു. അത് പുറമേ ഒരാൾക്ക് സഹായിക്കാൻ പറ്റില്ല, എഴുത്തുകാരൻ മാത്രമേ പറ്റുള്ളൂ. ഉദാഹരണമായിട്ട് ഒരു ചെറുകഥ നമ്മൾ മുമ്പ് സന്ധ്യയായി എന്നൊരു വാദമുണ്ട്. അതിൻ്റെ ആ ഇൻസിഡൻറ്റിൻ്റെ സമയത്തെ സൂചിപ്പിക്കുന്നതാണ്. സന്ധ്യയായി എന്നൊരു വാചകമുണ്ട്, മതി. സന്ധ്യയായി ചെറുകഥയിൽ അത് മതി. ഒരു നോവലിസ്റ്റിനാണെങ്കിൽ സന്ധ്യയായി, സൂര്യൻ പടിഞ്ഞാറ് കടലിലേക്ക് താഴുന്നു, ആകാശത്തിന് ചുവപ്പ് നിറം വ്യാപിച്ചിരിക്കുന്നു, പക്ഷികൾ അതിൻ്റെ കൂടുകളിലേക്ക് പറക്കാൻ തുടങ്ങി, പ്രകൃതിയിലൊരു നിശബ്ദത വന്നു. ഒരു പാരഗ്രാഫ് എഴുതാം. ആ പാരഗ്രാഫ് മുഴുവൻ വായിച്ചാൽ ഫലം എന്താണ്? സന്ധ്യയായി. ഇതേയുള്ളൂ. നോവലിസ്റ്റിന് തൻ്റെ ആശയത്തെ കാവ്യാത്മകമായി വേണമെങ്കിൽ വിശദീകരിക്കുകയും വിപുലീകരിക്കുകയും ചെയ്യാം. പക്ഷെ ആ സ്വാതന്ത്ര്യം ചെറുകഥാകാരനില്ല. അയാൾ വാക്കിംഗ് ഓൺ റേസേഴ്സ് ഹെഡ്സ് നമ്മൾ പറയും. ഒരു വാൾത്തലപ്പിലൂടെയുള്ള നടപ്പാണ്. ഒരു വാക്ക് അനാവശ്യമായിട്ട് പ്രയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. തുടക്കക്കാരന് ഇത് പറ്റില്ല. അയാൾ ആദ്യം ഒരുപാട് എഴുതും, അത് വെട്ടി മാറ്റണം. സോമർസെറ്റ് മോം എന്ന പ്രസിദ്ധനായ അമേരിക്കൻ
ചെറുകഥാകൃത്ത് അദ്ദേഹത്തിൻ്റെ സമ്മിങ് അപ്പ് എന്നുള്ള നോവൽ പഠനത്തിൽ പറയുന്നുണ്ട്. മോം എഴുതിയ ചില കഥകൾ ആദ്യം 15 ടൈപ്പിഡ് പേജ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. രണ്ടാം വായന, മൂന്നാം വായന ഇതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും അത് 5 പേജോ 3 പേജോ ആയിട്ട് ചുരുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് മലയാളത്തിൽ ഏറ്റവും കൃത്യമായി ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു ഉദാഹരണം കോവലൻ തന്നെയാണ്. കോവലൻ്റെ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്. അതിൽ അദ്ദേഹം ഒരു കുഷ്ഠരോഗിയാണ് പറഞ്ഞിട്ടുണ്ട്. കുഷ്ഠരോഗിയെ വർണ്ണിക്കുന്നത് ഒരു ഫുൾ പാരഗ്രാഫിനാണ്, ഏതാണ്ട് 100-120 വാക്കുകൾ ഉള്ളത്. ഈ കുഷ്ഠരോഗിയുടെ തടിച്ച് വീർത്ത ചെവി, പകുതി അലിഞ്ഞു പോയ മൂക്ക്, വ്രണങ്ങൾ, വെള്ളമൊക്കെ അറ്റുപോയിരിക്കുന്നു, തൊലിയൊക്കെ കറുത്ത് അടുത്തു വരുമ്പോഴത്തെ ഒരു ദുർഗന്ധം, ഇങ്ങനെ വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇങ്ങനെ തൊലിയൊക്കെ നശിച്ചു പോയിരിക്കുന്നു. ഇങ്ങനെ അറപ്പും ഭയവും ഉളവാക്കുന്നതാണ്. അത് ഏതാണ്ടൊരു ഫുൾ പാരഗ്രാഫിൽ കോവലൻ എഴുതി. രണ്ടാം വായനയിൽ കോവലൻ വെട്ടി, പല ഭാഗവും വെട്ടി 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 ഒടുക്കം കോവലിനെ കഥ പ്രസിദ്ധീകരിച്ചപ്പോൾ ഒരൊറ്റ വാചകമാണ് ഈ കുഷ്ഠരോഗിയെ പറ്റി പറയുന്നത്: ഒരു കഷ്ണം മനുഷ്യൻ എന്ന് മാത്രം. ഒരു കഷ്ണം മനുഷ്യൻ എന്നുള്ള ആ 3 വാക്കുകളിൽ ഈ കുഷ്ഠരോഗിയുടെ ചിത്രം വരച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ 3 വാക്കുകൾ ചേർന്നുണ്ടാകുന്ന വാചകം നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഉറപ്പും ഭയവും ഈ വലിയ പാരഗ്രാഫിൽ ഇല്ല. ഒരു കഷ്ണം മനുഷ്യൻ എന്നാണ്. ഇത് ഞാൻ ചുരുക്കി 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 കൊണ്ടുവന്നതാണ്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് ഇതിലേറ്റവും കൈയടക്കം കാണിച്ചിട്ടുള്ള പഴയ എഴുത്തുകാരിലൊരാണ് ഉറൂബ് തന്നെയാണ്. ഉറൂബിൻ്റെ പല കഥകളിലും നമ്മളിങ്ങനെ കണ്ടെത്താൻ പറ്റും. വിവാഹം കഴിഞ്ഞ് നവവധുവിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന വരനെ പറ്റി ഉറൂബിൻ്റെ ഒരു കമൻ്റ് ഉണ്ട്. അവളെ പറ്റി അയാൾ വർണ്ണിക്കുന്നുണ്ട്. ആദ്യം എഴുതിയപ്പോൾ അവളെ പറ്റി അയാൾ വർണ്ണിക്കുന്നുണ്ട്. അവളുടെ സൗന്ദര്യത്തെ പറ്റി പറയുന്നുണ്ട്, അവളുടെ വേഷഭംഗിയെ പറ്റി പറയുന്നുണ്ട്, അവളുടെ വിരലിൻ്റെ തുടുപ്പിനെ പറ്റി പറയുന്നുണ്ട്. ഇതൊക്കെ ആദ്യം പറഞ്ഞു. പിന്നെയൊക്കെ ഉറുമ്പ് വെട്ടി വെട്ടി ഒടുക്കം ഈ തൻ്റെ നവവധുവിൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ ചെറുപ്പക്കാരനെ പറ്റി പറയുമ്പോൾ ഒറ്റ വാക്കേ ഉള്ളൂന്ന് വാഴക്കരയെ കയറിയ അമ്മാനെ പോലെ ഈ പെണ്ണിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന വാഴക്കരയെ കയറിയ അമ്മാനെ പോലെ ഒറ്റ വാദം. അതേപോലെ തന്നെ കുടുംബ പ്രാരബ്ധത്തെ പറ്റി കുടുംബത്തിൻ്റെ ഒരു കഥയിലുള്ളതാണ്. നമുക്കറിയാം കുടുംബ പ്രാരബ്ധത്തിനൊക്കെ. കുടുംബ പ്രാരബ്ധത്തിന് ലോകത്തിലെല്ലാവർക്കും തുടക്കം മാത്രമേ, അതിന് അവസാനമില്ല. ഒരു പ്രതിസന്ധി തീരാൻ കാത്തിരിക്കും അടുത്ത് വരെ. അതെങ്ങനെയെങ്കിലും നമ്മൾ തരണം ചെയ്ത് കഴിയുമ്പോൾ വരുന്നു 3ാമത്തെ എണ്ണം. ഇങ്ങനെ ഈ കുടുംബ പ്രാരബ്ധത്തിൻ്റെ ഒരു ശൃംഖലയാണ് നമ്മളുടെ ജീവിതം. അതിനെപ്പറ്റി ഉറൂബ് എഴുതിയതെന്നറിയാമോ? കുടുംബ പ്രാരബ്ധത്തെ പറ്റി ചോർച്ചപ്പുരയിൽ കിടക്കുന്നവൻ്റെ ജലദോഷം പോലെ, ചോർച്ചപ്പുരയിൽ കിടക്കുന്നവൻ്റെ ജലദോഷം പോലെ. ചോർച്ചപ്പുരയിൽ കിടന്നാൽ നനയും ജലദോഷം പിടിക്കും. അതൊരു പാടായി 2-3 ദിവസം കൊണ്ട് ഇത് മാറാൻ കാത്തിരിക്കുക അടുത്ത മഴ. അപ്പം വീണ്ടും വരും. ഞാൻ ചോർച്ചപ്പുരയിൽ കിടക്കുന്നവൻ്റെ ജലദോഷം പോലെ എന്നുള്ള വർണ്ണനയാണ് ഈ കുടുംബ പ്രാരബ്ധത്തെ പറ്റി പറയുന്നത്. ഇത് എഴുത്തുകാരന് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ചെറുകഥ എഴുതുന്നയാൾ ആദ്യം ഒരിക്കലും ചുരുക്കി ഇത് എഴുതാൻ പറ്റില്ല. അയാൾ എഴുതുന്ന കഥയ്ക്ക് 10 പേജ് ഉണ്ടാവും, 8 പേജ് ഉണ്ടാവും. അത് അയാൾ തന്നെ രണ്ടാമത് വായിക്കുമ്പോൾ, 2 ദിവസം കഴിഞ്ഞ് മൂന്നാമതൊരിക്കൽ വായിക്കുമ്പോൾ, 4 ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരിക്കൽ വായിക്കുമ്പോൾ, 1 മാസം കഴിഞ്ഞ് വീണ്ടും വായിക്കുമ്പോൾ ഇതിൽ പലതും ദുർമേധസ്സാണ് നേരിടുന്നു. അത് മുഴുവൻ വെട്ടിച്ചുരുക്കി, വളരെ വെട്ടിച്ചുരുക്കി കൊണ്ടുവരാനാണ് അയാൾക്ക് സാധിക്കുന്നത്. പഴഞ്ചൊല്ലുകളും ഒക്കെ വളരെ കൃത്യമായിട്ട് ഈ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്നു. ഉറുദുവിൻ്റെ ഒരു കഥയിൽ തന്നെയാണ് ഈ ഉദാഹരണം ഉദ്ധരിക്കുന്നത്. വെളുത്ത സുന്ദരിയായ പെൺകുട്ടിയെ കറുത്ത് വിരൂപനായ ഒരുത്തൻ വിവാഹം കഴിക്കുന്ന ഒരു ഭാഗം ഉറുദുവിൻ്റെ ഒരു കഥയിലുണ്ട്. പെൺകുട്ടി നല്ലോണം വെളുത്ത് സുന്ദരിയായിട്ട് വരുന്നത്. മറ്റേ അങ്ങനെ ഭംഗിയൊന്നുമില്ല, കറുപ്പ് നിറം, കറുപ്പല്ല.
എന്നിട്ട് ഈ ഭാര്യയും ഭർത്താവും കൂടി പോകുമ്പോൾ ആളുകളെ നോക്കി കമൻ്റൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷെ ഉറുമ്പ് അവരുടെ ഒരു പഴഞ്ചൊല്ലാണ് ഉപയോഗിച്ചത് കൃത്യമായിട്ട് അതിനെ പറ്റി. കാക്ക തേങ്ങാപ്പോൾ കുത്തിക്കൊണ്ട് പോകുന്ന പോലെ, കാക്ക തേങ്ങാപ്പോൾ കുത്തിക്കൊണ്ട് പോകുന്ന പോലെ എന്നുള്ള പഴയ പ്രയോഗം കൊണ്ട് കൃത്യമായി ചിത്രം നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനാണ് സാധിക്കുന്നത്. ഇത് നിങ്ങളൊരു കഥ എഴുതി മറ്റൊരാളുടെ അടുത്ത് തിരുത്താൻ കൊടുത്തു കഴിഞ്ഞാൽ തിരുത്തുന്നയാൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തന്നെയാണ് അത് പലവട്ടം വായിച്ചു കഴിയുമ്പോഴേ എഴുത്തുകാരന് അത് തിരുത്താൻ പറ്റുള്ളൂ. ഉറുമ്പിൻ്റെ മറ്റൊരു കഥയിൽ സാമാന്യത്തിലധികം വലിപ്പമുള്ള വായും എപ്പോഴും ഇങ്ങനെ ഇടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഭൃത്യനെ പറ്റി പറയുന്നുണ്ട്. വെട്ടുകൊണ്ട ചക്ക പോലത്തെ ജീവിതമായി പ്രവേശിച്ചു. വെട്ടുകൊണ്ട ചക്ക പോലെ എന്നാണ്. അയാളുടെ ഈ ചക്ക വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ചൊറ പുറത്തേക്കിന് അതുപോലെ അയാളുടെ കൊണ്ടം ബന്ധുവായിട്ട് വരുന്ന ആ ചിത്രം കൊണ്ടുവരികയാണ് സാധിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ രചനാ പഠനത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ അടിസ്ഥാനപരമായി ബുദ്ധിമുട്ട്. കഥയുടെ ടൈറ്റിൽ എന്താണ്? എങ്ങനെയാണ് കഥയ്ക്ക് ടൈറ്റിൽ? നമ്മൾ ആദ്യം കഥ വായിക്കാൻ തുടങ്ങുന്ന ടൈറ്റിലാണ് ആദ്യം കാണുന്നത്. എങ്ങനെയാണ് കഥയ്ക്ക് ടൈറ്റിൽ ഇടുന്നത്? ചിലപ്പോൾ നമുക്ക് ഒരു ടൈറ്റിലായിരിക്കും ആദ്യം മനസ്സിൽ ഓർമ്മ വരിക. അപ്പം നമ്മൾ ആ ടൈറ്റിൽ എഴുതും, എന്നിട്ട് കഥ എഴുതും. ആ കഥ എഴുതി വന്നിട്ട് അതിന് മുക്കാൽ ഭാഗമാകുമ്പോൾ ആ ടൈറ്റിൽ പോകണല്ലോ ചോദിച്ചാൽ അത് വെട്ടി ടൈറ്റിൽ. അല്ലെങ്കിൽ കഥ മുഴുവൻ എഴുതി കഴിഞ്ഞതിന് ശേഷം ഇതിന് യോജിക്കുന്ന മട്ടിൽ ഒരു ശീർഷകം നമുക്ക് കൊടുത്തിട്ടുണ്ട്. മുഴുവൻ നമുക്ക് ടൈറ്റിൽ എഴുതാൻ പറ്റുള്ളൂ. ഒന്നുകിൽ ആദ്യം ടൈറ്റിൽ എഴുതി കഥ എഴുതുക, അല്ലെങ്കിൽ കഥ മുഴുവൻ എഴുതി കഴിഞ്ഞിട്ട് ടൈറ്റിൽ എഴുതുക, അല്ലെങ്കിൽ കഥ പകുതി മുക്കാൽ ഭാഗം എഴുതി കഴിഞ്ഞപ്പോൾ ആദ്യം എഴുതിയ ടൈറ്റിൽ മാറ്റിയിട്ട് പുതിയ അതിപ്പോൾ നമുക്ക് യോജിക്കുന്നു തോന്നുന്ന ടൈറ്റിൽ എഴുതുക. അതേ പറ്റുള്ളൂ നമുക്ക്. പക്ഷേ ഈ ടൈറ്റിൽ അത്ര പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് ഒരുപാട് പങ്ക് വഹിക്കാനുണ്ട് കഥാരചനയിൽ. ഞാനത് വിശദീകരിക്കുന്നതിനാണ്. മലയാളത്തിൽ എത്ര ചെറുകഥയിട്ടാണ് ഒരു കൊല്ലം? എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചത്? നമുക്ക് ചുരുങ്ങിയത് 5 പ്രധാന വാരികകളെങ്കിലും മലയാളത്തിലുണ്ട്. വാരികയിൽ എല്ലാ വാരികയിലും ഒരു കഥ വീതെങ്കിലും വരും. അപ്പോൾ 250-260 കഥ ഒരു കൊല്ലം വാരികകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. 260. പിന്നെ പല പത്രങ്ങളുടെയും വാരാന്ത പതിപ്പുകളും എല്ലാ ആഴ്ചയിലെങ്കിലും 1-2 കഥകളെ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ മാസികകളിലൊന്നും കഥ മാത്രം പ്രസിദ്ധീകരിക്കുന്ന 1-2 മാസികകളുണ്ട്. അതിൽ 5-8 കഥകൾ വരുന്നുണ്ട്. ഇനി മാസികകളിലൊന്നും പ്രസിദ്ധീകരിക്കാതെ 3-4 കഥാസമാഹാരങ്ങൾ ഒരു കൊല്ലം 10-40 കഥകൾ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ കോളേജ് മാഗസിനുകളാണ്. കോളേജ് മാഗസിനുകൾ പറഞ്ഞാൽ അവിടെ കഥയുടെ എണ്ണമല്ല ഞങ്ങൾ പറയാറ്, കഥയുടെ തൂക്കാണ്. 2 കിലോ ചെറുകഥ കൂടി എന്നൊക്കെയാണ് പറയുന്നത്. അത്രയും കഥയുണ്ട്. എങ്ങനെ എത്ര ചുരുക്കിയാലും ഒരു 600 ചെറുകഥ കഥയെങ്കിലും നമുക്ക് ഒരു കൊല്ലം കിട്ടും. 15 വയസ്സ് തുടങ്ങി കഥ വായിക്കുന്ന ഒരു കുട്ടി 25 വയസ്സ് വരെ 10 കൊല്ലക്കാലം അവൻ കഥ കൃത്യമായിട്ട് വായിക്കുകയാണെങ്കിൽ എത്ര കഥ അവൻ വായിച്ചിട്ടുണ്ടാവും? ഒരു 5000-6000 കഥ കുട്ടി വായിച്ചിട്ടുണ്ട്. ഈ കഥകൾ എത്ര എണ്ണം അയാൾക്ക് ഓർമ്മയുണ്ടാവും? ഏറെ കഴിഞ്ഞാൽ 6-7 കഥ ഓർമ്മയുണ്ടാവും. അങ്ങനെ ഈ 6000 കഥകളിൽ 5990 കഥയും വായനക്കാർ മറന്നു പോകുന്നു എന്നുള്ളതാണ് കഥയെപ്പറ്റി പറയാൻ എനിക്ക് ധൈര്യം തരുന്ന കാര്യം. അതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ ഈ ഇത്രയും കഥകൾ വായിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആ ഒരു ടൈറ്റിൽ കേട്ടാൽ
നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ 8 കൊല്ലം മുമ്പ് 9 കൊല്ലം മുമ്പ് വായിച്ച കഥയുണ്ടെങ്കിലും ഒരു ഫ്ലാഷ് ചാരം മൂടിക്കിടക്കുന്ന ഒരു കനലിൽ കാറ്റടിച്ചാൽ പെട്ടെന്നൊന്ന് തിളങ്ങുന്നത് പോലെ ഒരു ടൈറ്റിൽ കേൾക്കുകയില്ല. ആ കഥയുടെ വലിയ ഡീറ്റെയിൽസ് മുഴുവൻ മനസ്സിൽ വന്നില്ലെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ ആ കഥ ഉണർന്നു വരും. അത് ടൈറ്റിലിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം എത്രയോ വർഷങ്ങൾ മുമ്പ് വായിച്ചതാണ് ഇരുട്ടിൻ്റെ ആത്മാവ്. ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന് കേട്ട ആ കഥ വായിച്ചതിന് ശേഷം 5000-ഓ 6000-ഓ കഥ വീട്ടിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന് കേട്ടാൽ ആ കഥ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. നെയ്പായസം എന്ന ടൈറ്റിൽ കേട്ട് കഴിഞ്ഞാൽ ആ കഥ മദൻകുട്ടിയുടെ കഥ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അതുപോലെ തന്നെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി, ആ ടൈറ്റിൽ കേട്ടാൽ മതി ദീപൻരാമൻ്റെ പഴയ കഥ നമ്മളുടെ മനസ്സിൽ വരുന്നു. വെള്ളപ്പൊക്കത്തിൽ എന്നുള്ള ടൈറ്റിൽ കേട്ടാൽ തകഴിയുടെ കഥ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ നമ്മളുടെ മനസ്സിൽ വായിച്ചു മറന്നു പോയ കഥകളുണ്ട്. ആ കഥകളെ കൊടുന്നതിനെ തോറ്റി ഉണർത്തുന്ന മട്ടിലുള്ള ഒരു ടൈറ്റിലായിരിക്കണം ചെറുകഥ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ കഥയ്ക്ക് ടൈറ്റിലിടുക എന്നുള്ളത് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. മാത്രമല്ല ആ ടൈറ്റിലാണല്ലോ നമ്മൾ ആദ്യം വായിക്കുന്നത്. ടൈറ്റിൽ വായിച്ചു കഴിഞ്ഞാൽ കഥ വായിക്കാനുള്ള ആകാംക്ഷ നിങ്ങളുടെ മനസ്സിൽ വളരണം. എങ്കിലേ ആ കഥ നമ്മൾ വായിക്കുള്ളൂ. ഇപ്പൊ കൊമാല എന്നൊരു ടൈറ്റിൽ, കൊമാല, ഇതെന്ത് സാധനമാണ് ഒരു പിടിയും കിട്ടുന്നില്ല. കൊമാല എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കഥ വായിക്കുന്നത്. അല്ലെങ്കിൽ കൊഹേനി, എസ്.കെ. പൊറ്റക്കാടിന്റെ പഴയൊരു കഥയാണ്. കൊഹേനി എന്നാണ് കഥയുടെ പേര്. ഏതോ ആഫ്രിക്കൻ ഭാഷയുടെ ഒരു വാക്കാണ്. അദ്ദേഹത്തിന്റെ യാത്രക്കിടയിൽ ഒരു ആഫ്രിക്കക്കാരി ആപത്തിൽ നിന്ന് പൊറ്റക്കാടിനെ രക്ഷിച്ച കഥയാണ് പറയുന്നത്. പക്ഷെ കൊഹേനി എന്നാണ് ടൈറ്റിൽ കൊടുക്കുന്നത്. അത്രയും കിണ്ടിയും ഗ്ലാസും ഒക്കെ കിണറ്റി പോയിട്ട് അത് തപ്പിയെടുക്കാൻ ആളുകൾ ഇങ്ങനെ വിളിച്ചു നടക്കുന്നുണ്ട്. ടീപർനാമൻ അങ്ങനെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. കൊടപ്പാന തപ്പലയുണ്ടോ എന്നാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. കൊടപ്പാന തപ്പലയുണ്ടോ എന്ന് കേട്ടു കഴിഞ്ഞാൽ ഇതെന്ത് സംഗതിയാണ് അറിയാൻ നമ്മളുടെ മനസ്സ് താല്പര്യപ്പെടും. അങ്ങനെ നമ്മുടെ ഒരു ചെറുകഥയുടെ ടൈറ്റിൽ ജിജ്ഞാസ കൊടുക്കുന്നതായിരുന്നു. മാത്രമല്ല കഥയുടെ സാരാംശം ടൈറ്റിൽ വായിച്ചാൽ മനസ്സിലാവരുത് ഇതുകൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരും കഥ വായിക്കില്ല. ടൈറ്റിൽ വായിച്ചാൽ കഥ മനസ്സിലാവുന്നുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും കഥ വായിക്കും. എം.പി. പോൾ ചോദിക്കുന്നുണ്ട്, ചാടിപ്പോയ കുട്ടി തിരികെ വന്നു ടൈറ്റിൽ ഒരാളെ കഥ എഴുതിക്കഴിഞ്ഞാൽ ആരെങ്കിലും ആ കഥ വായിക്കും. ഇതാണ് ചാടിപ്പോയ കുട്ടി തിരികെ വന്നു, അതാണ് ടൈറ്റിൽ. പിന്നെ ആരെ കഥ വായിക്കുക? അങ്ങനെ കഥയുടെ അർത്ഥതലം, കഥ അത് വ്യക്തമാവുന്നത് നമ്മളുടെ ജിജ്ഞാസ വളർത്തണം. ഓർമ്മയിൽ നിന്ന് ആ കഥയെ തോറ്റി ഉണർത്തണം. ഇങ്ങനെ പല കാര്യങ്ങൾ ചെറുകഥയുടെ ടൈറ്റിൽ ഇടുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളതാണ്. വെറുതെ ഒരു പേരിടുന്ന പോലെയല്ല കഥയ്ക്ക് ടൈറ്റിൽ ഇടുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഇരുട്ടിൻ്റെ ആത്മാവ് എന്നുള്ള കഥ കേൾക്കുമ്പോൾ ഇരുട്ടിയുടെ കഥയാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നു. അതിന് കഥാപാത്രത്തിൻ്റെ പേര് വേലായുധൻ എന്നാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വരണമെന്നില്ല. പക്ഷെ ഒന്നുകൂടി ആലോചിച്ചാൽ പറയും, പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആളുകൾ കല്ലെറിഞ്ഞ് വെയിറ്റ് മുഴുവൻ മുറിവുമായിട്ട് എനിക്ക് ഭ്രാന്താണ്, എന്നെ ചങ്ങലയ്ക്കിടും എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഓടി കയറി വരുന്ന വേലായുധൻ്റെ ആ ദാരുണമായ ചിത്രം ഒരിക്കൽ കൂടി അത് അന്ന് വായിച്ചപ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ കടന്നു വരുന്നു. വളരെ നീണ്ട ടൈറ്റിലുകൾ ചെറുകഥയ്ക്ക് ഇട്ട് കണ്ടിട്ടുണ്ട് നമ്മൾ. പക്ഷെ അത്തരം ടൈറ്റിലുകളൊക്കെ ചെയ്യുന്നത് വളരെ ദീർഘമായ 2 വരി ടൈറ്റിൽ വരുന്നു. അത്തരം ടൈറ്റിലുകൾ സാധാരണ പ്രയോഗിക്കാറുള്ളത് ശുദ്ധ നർമ്മം ഉള്ള കഥകൾക്കാണ്, നേരം പോക്കിന് വേണ്ടിയുള്ള കഥകൾക്ക് വേണ്ടിയിട്ടാണ്. സക്കറിയയുടെ ചില കഥകളുണ്ട്, യേശുവിന്റെ ലൈബ്രറിയെ പറ്റി, അല്ലെങ്കിൽ സന്മാർഗം വരുത്തി വെച്ച വിന പരിഹാര നിർദ്ദേശങ്ങളോടുകൂടി സക്കറിയ ഒരു കഥയ്ക്ക് ടൈറ്റിൽ. അത് ശുദ്ധ നേരം പോക്ക്
വേണ്ടിയിട്ടാണ്. നമ്മളുടെ പുതിയ കഥാകാരന്മാരിൽ ഒരാളായ ബി മുരളി അദ്ദേഹത്തിൻ്റെ ഒരു കഥയ്ക്ക് അദ്ദേഹം കൊടുത്തിട്ടുള്ള ടൈറ്റിൽ 2 കാൽപ്പനികരായ യുവാക്കൾ സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്ന് ചക്കോവിൻ്റെ കഥാപാത്രത്തെ കണ്ടെത്തും. 2 ലൈനായിട്ടാണ് കഥയുടെ ടൈറ്റിൽ അടിച്ചു വെച്ചിരിക്കുന്നത്. 2 കാൽപ്പനികരായ യുവാക്കൾ സ്റ്റാച്യു ജംഗ്ഷനിൽ ചക്കോവിൻ്റെ കഥാപാത്രത്തെ കണ്ടെത്തും. അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ശുദ്ധാഹാസ്യാണ്. 2 ചെറുപ്പക്കാർ 10-25 വയസ്സായ 2 ചെറുപ്പക്കാർ വൈകുന്നേരം ഒരു കന്റീനിൽ ഇരുന്ന് ഒരു ഡിഗ്രിന്ന് മദ്യപിച്ച് അവർ പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവരുടെ പ്രണയത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഈ കാൽപ്പനികമായ പ്രണയത്തെ പറ്റിയാണ് ഈ 2 പേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് സ്റ്റാച്യു ജംഗ്ഷന് മുമ്പിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുമ്പോൾ രാത്രി 8 മണിയാണ്. അപ്പോൾ ഒരുത്തൻ അവരുടെ അടുത്തേക്ക് വന്നു, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഇപ്പം പറ്റില്ല, പൊക്കോ ഒരാദ്യം അല്ല, നിങ്ങളുടെ സംഭാഷണം കഴിഞ്ഞിട്ട് മതി. ശരി, ഇയാളൊന്ന് മാറി അവിടെ നിർത്തിയിട്ടുണ്ട്. ഇവർ പിന്നെ ഒരു 10-15 മിനിറ്റ് കൂടി സംസാരിച്ചിട്ട് പിരിയാൻ നേരത്ത് ഈ കാത്തുനിന്നാൽ വീണ്ടും അവർക്ക് എടുത്തു വന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. താൻ ഇതുവരെ പോയില്ലേ? എന്താ കാര്യം? അപ്പം അയാൾ പറയുകയാണ്, ഞാൻ ഈ സെക്രട്ടേറിയറ്റിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, ജോലി പോയി, കേസിൽ 5 കൊല്ലം ജയിലിൽ എന്തായാലും ജയിലിൽ പോകാൻ കാരണം അയാൾ പറഞ്ഞു, എനിക്ക് സെക്രട്ടേറിയറ്റിൽ സാമാന്യം തിരക്കേടില്ലാത്ത ആരെ കൊണ്ടാലും ജയിക്കണം, കേസാവും പഠിക്കും. നിങ്ങളുടെ അയൽവാസിയെ കൊല്ലുകയും വേണം, നിങ്ങൾക്ക് ഒരു അപകടം പറ്റുകയുണ്ട്, അതിനുള്ള മാർഗം എന്താണ്? അതാണ് 2 വരിയായിട്ട് ടൈറ്റിൽ അടിച്ചു വെച്ചിരിക്കുന്നത്. കഥ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളൊരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കണം. ഹെലികോപ്റ്റർ നിങ്ങൾക്ക് പറത്താൻ പറ്റിയില്ലെങ്കിൽ പറത്താൻ പറ്റുന്ന ആളുകളെയും വാടകയ്ക്ക് കിട്ടും. അങ്ങനെ എടുത്തതിനെ കൂടി എടുക്കണം. എന്നിട്ട് ഈ അയൽവാസിയുടെ വീടിൻ്റെ മുകളിൽ ഒരു കൃത്യസമയത്ത് ഹെലികോപ്റ്ററിൽ 3-4 തവണ പറക്കണം. ആദ്യ ദിവസം അതിൽ ശ്രദ്ധിക്കില്ല, 2-ാം ദിവസവും 3-ാം ദിവസവും 4-ാം ദിവസവും ഇതാവുമ്പോൾ ഇതെന്ത് നിലയിലായിട്ട് താല്പര്യം കൊടുക്കുക. കഥ തുറന്നില്ലാത്ത വാചകങ്ങൾ എല്ലാത്തിനും ഈശ്വരാധീനം വേണം തുടങ്ങുന്നത്. 4-5 ദിവസം ഹെലികോപ്റ്റർ പറഞ്ഞു കഴിയുമ്പോൾ ഇയാൾ താല്പര്യപൂർവ്വം ഇറങ്ങി വരും, ഇതെന്താണെന്ന് അദ്ദേഹം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 2-ാം ദിവസം നിങ്ങൾ അതിൽ നിന്ന് ചെമ്പ് കമ്പി താഴത്തേക്ക്. ആ ചെമ്പ് കമ്പി താഴത്തെത്തുന്നവരെ ഹെലികോപ്റ്ററിനെ കൂടെ ചുറ്റിയാണ്. ഈ ജിജ്ഞാസുവായിട്ടുള്ള അയൽക്കാർ ആ ചെമ്പ് കമ്പിയൊക്കെ പിടിക്കുമ്പോൾ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ ഒരു ഇടിവെട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് വലിയ അപകടവും കൂടാതെ അയൽവാസിയെ കസാത്തോട്ടാനുള്ള കഥയൊക്കെ. ഇത് ഉപരിപൂർവമായ ചിരിക്ക് വേണ്ടി എഴുതുന്ന കഥയാണ്. അത്തരം കഥകൾക്ക് മാത്രമേ നമ്മൾ ഈ ദീർഘമായ ടൈറ്റിലുകൾ ഉപയോഗിക്കാറുണ്ട്. സാധാരണ നിലയിൽ അത്തരം ടൈറ്റിലുകളല്ല ഉപയോഗിക്കുന്നത്. കഥ എഴുതുന്നതിന് ടൈറ്റിലിനെ പറ്റി പറഞ്ഞു, ആ കഥയുടെ കഥാഗാത്രത്തെ പറ്റി, അതിൻ്റെ ബോഡിയെ പറ്റി പറയുമ്പോൾ അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. അതിന് കൃത്യമായ ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ, കോവിലിൻ്റെ ഒരു കൃഷ്ണ മനുഷ്യൻ എന്നുള്ള പ്രസിദ്ധ കഥാകൃത്തായ മോപ്പസൻ അത് എടുത്തു പറയുന്നുണ്ട്. ചെറുകഥയിലെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആളാണല്ലോ മോപ്പസൻ. ഫ്രഞ്ച് കഥാകൃത്ത് മോപ്പസൻ പറയുന്നുണ്ട്, ഒരിക്കലും നിങ്ങളൊരു ചെറുകഥ എഴുതുമ്പോൾ ആ ചെറുകഥയിൽ ഒരു സ്വീകരണ മുറി വർണ്ണിക്കുകയാണ് വിചാരിക്കുക. ആ സ്വീകരണ മുറിയിൽ തൂക്കിയിട്ടുള്ള പെയിൻറ്റിങ്ങിനെ പറ്റി പറയുന്നുണ്ടാവാം, റോക്കിനെ പറ്റി പറയുന്നുണ്ടാവാം, അങ്ങനെ 2-3 കാര്യം. അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ആ സ്വീകരണ മുറിയുടെ ചുമരിൽ ഒരു തോക്ക് വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ഒരു വാചകം എഴുതിയിട്ടുണ്ടെങ്കിൽ കഥ തീരുന്നതിന് മുമ്പ് ആ തോക്ക് ഒരിക്കലെങ്കിലും പൊട്ടിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അത് വർദ്ധിച്ചില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് നോവലിസ്റ്റുമായിട്ട് വ്യത്യാസം. നോവലിസ്റ്റിന് 2 പീരങ്കി അവിടെ കൊണ്ടുവന്നിട്ട് നോവൽ അവസാനിക്കുമ്പോൾ പീരങ്കി കൊണ്ടുവന്നില്ല, അത് അവിടെ തന്നെ എന്നുള്ളതാണ്. പക്ഷേ ചെറുകഥാകാരനല്ല, അനാവശ്യമായ ഒരു വാക്ക് ഉപയോഗിച്ചാൽ കഥയുടെ കെട്ടുറപ്പതിന് ശൈഥില്യം സംഭവിക്കും
എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. മറ്റൊരു കാര്യം, അത് പ്രത്യേകിച്ച് വളരെ ചെറിയ കുട്ടികളുടെ കഥ എഴുതുമ്പോഴാണ് അപരിചിതങ്ങളായിട്ടുള്ള പദങ്ങൾ അവർ ഉപയോഗിക്കും. അതൊരിക്കലും ചെറുതാനും ചെയ്യാൻ പാടില്ലാത്തതാണ്. കൃത്യമായ അർത്ഥം അറിയാത്ത ഒരു വാക്ക് ചെറുകഥയിൽ ഉപയോഗിച്ചാൽ അതാകെ തയ്യാറാകും. ആ കഥ മുഴുവൻ തകർന്നു ഒറ്റ തെറ്റായ വാക്ക് ഉപയോഗിച്ചു. എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു പഴയ ക്യാൻഡിൽ എൻ്റെ കക്കാട് പറഞ്ഞ കഥയാണ്. കക്കാട് അതിന് മികച്ചൊരു ഉദാഹരണം പറയണ്ടേ. ഒരു കുട്ടി ഒരു കഥ എഴുതി, മനോഹരമായിട്ടൊരു കഥ. പക്ഷേ കഷ്ടകാലത്തിന് അവൻ എവിടുന്നോ അവൻ അർത്ഥം പിടികിട്ടാത്തൊരു വാക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇവരത് അതിനുള്ളിൽ വെച്ച് കുട്ടിപ്പോയി. അതോടുകൂടി ആ കഥ തകർന്ന് തരിപ്പണായി. കഥയുടെ ആശയം ഇത്രയേ ഉള്ളൂ. ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീ, അവൾ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് വീണ്ടും ജോലിക്ക് പോവാണ്. അപ്പോൾ 60-70 ദിവസം ലീവേ കിട്ടുന്നുള്ളൂ. അത് കഴിഞ്ഞ് മുല കുടിക്കുന്നതിന് 70 ദിവസം മാത്രം പ്രായമായിട്ടുള്ള കുഞ്ഞിനെ, ചോര കുഞ്ഞിനെ സ്വന്തം അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് ഈ സ്ത്രീ പണിക്ക് പോകുന്നത്. പണിക്ക് പോയിട്ട് മുലപ്പാൽ മാറിൽ കെട്ടി അവൾക്ക് വല്ലാത്ത വിമിഷ്ടമാണ്. ഈ കുഞ്ഞിനാണെങ്കിൽ മുലപ്പാൽ കിട്ടാത്ത ബുദ്ധിമുട്ട്. അതൊക്കെ പൊടി കലക്കി ഈ അമ്മൂമ്മ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വൈകുന്നേരം 5 മണിക്ക് ഓഫീസ് വിട്ട് തിരക്ക് പിടിച്ച ബസ്സിൽ 3/4 മണിക്കൂർ നേരം തൂങ്ങി യാത്ര ചെയ്ത് അവൾ ഓടിക്കരച്ച് വീട്ടിൽ വരാൻ ചെയ്യുന്നു. അപ്പോൾ മുലപ്പാൽ കിട്ടാത്ത ഈ 70 ദിവസം പ്രായമായിട്ടുള്ള കുഞ്ഞ് മുലപ്പാൽ മാറി തിങ്ങിയിരിക്കുന്ന ഈ അമ്മ, ഇങ്ങനൊരു സിറ്റുവേഷൻ ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. ഈ കുട്ടി അവൻ്റെ പ്രായത്തിന് പറ്റാത്ത മട്ടിൽ അത്ര ഉയർന്നൊരു സങ്കല്പമാണ് ആ കഥയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവന് ഇവിടുന്ന് ഒരു വാക്ക് അത് അവന് ഇവിടെ കൊണ്ടുവന്നു. ഓടി വരുന്ന അമ്മ കുഞ്ഞിനെ താഴെ എടുത്തിട്ട് ഉഷ്ണീഷം കഴിച്ചിട്ട് കുഞ്ഞിന് മുല കൊടുത്തു. ഉഷ്ണീഷം എന്നൊരു വാക്ക് അവന് കിട്ടിയതാണ്. അവൻ ഇവിടെ വെച്ചാണ് പ്രയോഗിച്ചത്. ഉഷ്ണീഷം എന്നുള്ള വാക്കിനെ തലപ്പാകുന്നതാണ് അർത്ഥം. അതറിയാണ്ട് അവൻ ഇതിൽ നമ്മൾ പറയേണ്ട ഒരു കഥ നമ്മളെ ചിന്തിക്കേണ്ടി ഒറ്റ വാക്ക് തെറ്റായി ഉപയോഗിച്ചുകൊണ്ടാണ് ആ കഥയുടെ ഗൗരവം മുഴുവൻ നഷ്ടപ്പെട്ടു പോയത് എന്ന് കക്കാടൻ ചൂണ്ടിക്കാണിക്കേണ്ടത്. അതുകൊണ്ട് അവനവനറിയാവുന്ന കൃത്യമായ അർത്ഥബോധമുള്ള വാക്ക് മാത്രമേ കഥയിൽ ഉപയോഗിക്കാവൂ. നോവലിൻ്റെ അതല്ല. നോവലിൻ്റെ അത്രയും വേണ്ട. ഒരു വാക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ ഈ സർവാണിയുടെ ഇടയിൽ അതങ്ങൾ കടന്നു പോകും. ആരും അത്രയും ശ്രദ്ധിച്ചു എന്ന് വരില്ല. പക്ഷെ കഥയെ അതല്ല. അത് ഓരോ വാക്കിനെ സംബന്ധിച്ചിട്ട് അടുത്ത കുറച്ചുകൂടി സാങ്കേതികമായിട്ടുള്ള കാര്യം, എങ്ങനെയൊക്കെ കഥയില്ല. 3 തരത്തിലാണ് സാധാരണയായിട്ട് കഥയുള്ളത്. അത് ഓതർ ഒമിനിപ്പൊട്ടൻ, ഓതർ പാർട്ടിസിപ്പന്റ്, ഓതർ ഒബ്സർവർ എന്നുള്ള നിലയിൽ. ഓതർ ഒമിനിപ്പൊട്ടൻ്റ് എന്ന് വെച്ചാൽ സർവജ്ഞൻ, എല്ലാം അറിയാവുന്ന ഒരു കഥയുണ്ട്. അതായത് ഒരു കഥയിൽ നിങ്ങൾക്ക് 3 കഥാപാത്രങ്ങൾ എടുക്കുകയാണ്. ഈ 3 കഥാപാത്രങ്ങളെ പറ്റിയുള്ള എല്ലാ വിവരവും കഥാകൃത്തിന് അറിയാം. അങ്ങനെ ഓതർ ഒന്നിനെപ്പെട്ടുണ്ടായിരുന്നു. A, B, C എന്ന് 3 കഥാപാത്രങ്ങൾ. അതിന് എയെ പറ്റി അറിയാം, ബിയെ പറ്റി അറിയാം, സിയെ പറ്റി അറിയാം. എ ബിയെ പറ്റി എന്ത് വിചാരിക്കുന്നു എന്നുള്ള കാര്യവും ഗ്രന്ഥകാരൻ അറിയാം. അല്ലെങ്കിൽ ബി സിയെ പറ്റി എന്ത് വിചാരിക്കുന്നു എന്നുള്ള കാര്യവും ഗ്രന്ഥകാരൻ അറിയാം. അല്ലെങ്കിൽ സി എയെ പറ്റി എന്ത് വിചാരിക്കുന്നു എന്നുള്ള കാര്യവും ഗ്രന്ഥകാരൻ അറിയാം. അങ്ങനെ എല്ലാ കഥാപാത്രങ്ങളുടെയും എല്ലാ വികാരങ്ങളും ഇയാൾക്കറിയാം. അതൊന്നും അയാൾ മനസ്സ് വയ്ക്കുന്നില്ല. ഒക്കെ എനിക്കറിയാം. സർവജ്ഞനായ കഥാപാത്രം. രണ്ടാമത്തേത് ഓതർ പാർട്ടിസിപ്പന്റ്. അതായത് എ, ബി, സി എന്ന് 3 കഥാപാത്രങ്ങൾ. അതിൽ കഥാകാരൻ എ ആണ് പേര്. വാസ്തവത്തിൽ അയാൾക്ക് ആദ്യത്തെ വായനയിൽ എല്ലാം അറിയാം. പക്ഷെ അയാൾ സ്വയം ഒരു കഥാപാത്രമായി കഴിയുമ്പോൾ ബി സിയെ പറ്റി എന്താ വിചാരിക്കുന്നത് എന്ന് അറിയാമെങ്കിലും ഇയാൾക്ക് അറിയാമെന്ന് പറയാൻ പറ്റില്ല. അതിനൊരു ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്വയം ചില വിലങ്ങുകൾ അണിയാൻ കഴിയുന്നു.
പക്ഷെ അയാൾ സ്വയം ഭരിച്ചറിഞ്ഞ വിലങ്ങുകൊണ്ട് അയാളുടെ സ്വാതന്ത്ര്യത്തിന് ഒരു പരിമിതിയാണ്. അതാണ് ഓതർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. മൂന്നാമത് ഓതർ ഒബ്സർവർ എന്നത്. ഇതിലൊന്നിനും പങ്കില്ല, ഞാൻ നിസ്സംഗനായി നോക്കി നിൽക്കുന്നു. ബഷീർ ആ ടൈപ്പാണ്. വിനീതനായ ചരിത്രകാരൻ, നിങ്ങളുടെ വിനീതനായ ചരിത്രകാരൻ. എൻ്റെ മുമ്പിൽ ഇങ്ങനെ ആനവാരിയുണ്ട്, ഒരുപക്ഷുണ്ട്, മുഖത്തൊക്കെ ഉണ്ട്, ഇവരെ പറ്റിയൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ കാണുന്നത് മാത്രം പറയുന്നു. എന്നിട്ട് ഇങ്ങനെ 3 തരത്തിലാണ് ഓതർ ഒന്നിനെപ്പെട്ടതും ഓതർ പാർട്ടിസിപ്പൻറ്റും അതുപോലെ തന്നെ ഓതർ ഒബ്സർവർ എന്നും 3 തരത്തിലാണ് ആഖ്യാനം വരുന്നത്. MT അധികവും ഓതർ ഒന്നിനെപ്പെട്ടതായിട്ടാണ് എഴുതുന്നത്, അല്ല ഓതർ പാർട്ടിസിപ്പൻ്റായിട്ടാണ് എഴുതുന്നത്. MTയുടെ മിക്ക കഥാപാത്രങ്ങൾക്കും MTയുടെ ഛായയുണ്ട്. കഥാപാത്രങ്ങൾ നോവലിലും അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ചിലപ്പോൾ ഗോവിന്ദൻകുട്ടി എന്നായിരിക്കും പേര്, അല്ലെങ്കിൽ അപ്പു എന്നായിരിക്കും പേര്, അല്ലെങ്കിൽ ഭീമൻ ആയിരിക്കും. തെക്കേ മലബാറിലെ തകരുന്ന നായർ തറവാടിലെ ഇളമവർക്കാരൻ ആണ് MTയുടെ കഥാപാത്രം. അതുകൊണ്ടാണ് രണ്ടാമൂഴം വായിച്ചിട്ട് നയനാര് MTയോട് പറഞ്ഞ് തൻ്റെ ജീവിതം അതിൻ്റെ അസലായിട്ടുണ്ട്. ശരിക്കും ആ കഥാപാത്രത്തെ കൽപ്പിക്കുന്നു. അങ്ങനെ ആത്മാവിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് കഥകളെ ശ്രമിക്കുന്നു. എഴുതുന്ന കഥകളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഏത് ടൈപ്പ് കഥ എഴുതാനാണ്? ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ആവൃത കഥകൾ. അച്ചുമാഷ വാക്കാണ് ചെറുകഥ എന്നുള്ള പുസ്തകത്തിൽ അച്ചുമാഷ പ്രയോഗിക്കുന്ന വാക്കാണ് ആവൃത കഥകൾ. ഈ ആവൃത കഥകളാണ് എഴുതാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. നിങ്ങളൊരു കഥ പറയുന്നു, ആ കഥ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ കഥയുടെ ഉള്ളിൽ നിന്ന് മറ്റൊരു കഥ ജനിക്കുക. ഈ രണ്ടാമത്തെ കഥ ജനിക്കുന്നതോടുകൂടി നിങ്ങൾ ആദ്യത്തെ കഥ മറക്കും. പിന്നെ നിങ്ങൾ ഈ രണ്ടാമത്തെ കഥ മാത്രമേ ഓർക്കുള്ളൂ. അങ്ങനെയുള്ള കഥകൾ എഴുതുന്നതാണ് ആവൃത കഥകൾ എന്ന പേര്. ലോകത്തിൽ തന്നെ ആവൃത കഥകൾ വളരെ കുറവാണ്. സോമസൻ മോമിൻ്റെ പ്രസിദ്ധമായ ഒരു ആവൃത കഥയുണ്ട്, ആൻഡ് ആൻഡ് ദ ഗ്രാസ് ഹോപ്പർ എന്ന് പേര്. ഉറുമ്പും ഒരു ചാടി, ആൻഡ് ആൻഡ് ദ ഗ്രാസ് ഹോപ്പർ എന്നാണ് മോമിൻ്റെ കഥയുടെ പേര്. അത് അമ്മൂമ്മ 6 വയസ്സുകാരനായ മോമയെ വിളിച്ച് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരിക്കലും ഗ്രാസ് ഹോപ്പർ ഉണ്ടായിരുന്നു, റാൻഡ് ഒരു ഉറുമ്പും ഒരു പുൽച്ചാടിയും ഉണ്ടായിരുന്നു. ഉറുമ്പ് പകൽ മുഴുവൻ പണിയെടുക്കും, എന്നിട്ട് ആഹാരം കൊണ്ടുപോയി അവരുടെ കൂട്ടിൽ സൂക്ഷിക്കും. ഗ്രാസ് ഹോപ്പർ ഉടനെ ഭക്ഷണം കിട്ടും, അത് കഴിക്കും. ബാക്കി സമയം മുഴുവൻ പാടി കണ്ടിരുന്നു, പാടിക്കൊണ്ട് ചാടി രസിച്ച് നടക്കുകയാണ്. ഒടുക്കം മഴക്കാലം വന്നു, വേനൽക്കാലം മാറി മഴക്കാലം വന്നു. മഴക്കാലം വന്നപ്പോൾ ഉറുമ്പിൻ്റെ യാതൊരു ചാഞ്ചല്യമില്ല, ഇഷ്ടംപോലെ ഭക്ഷണം അതിനാണ്. ഗ്രാസ് ഹോപ്പർ പൂർണ്ണ ഭക്ഷണം കിട്ടാനില്ല. അവൻ ഗ്രാസ് ഹോപ്പറിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, എനിക്ക് വിശക്കുന്ന എന്തെങ്കിലും തരണം. അപ്പോൾ വേനൽക്കാലത്ത് നീ എന്ത് ചെയ്തു? ഞാൻ പാട്ട് പാടി. അതിപ്പോൾ പോയി ആടിയാൽ മതി പറഞ്ഞു. അപ്പോൾ സമ്പാദിക്കാവുന്ന കാലത്ത് സമ്പാദിക്കണം, എന്നാലേ ഭാവിയിൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് പേരക്കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അമ്മൂമ്മ ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ മോമിന് ഉറുമ്പിനോടാണ് ദേഷ്യം കൊണ്ട്. ഇത്ര നേരത്ത് ഭക്ഷണം ചോദിച്ചിട്ട് ഈ പാവം ഗ്യാസ് ഹോപ്പർ പോയിട്ട് നേരത്തെ ആഹാരം ചോദിച്ചിട്ട് പുറത്തില്ലല്ലോ, അവന് ഈ ഉറുമ്പിനൊക്കെ തല്ലിക്കൊല്ലാണ്. ഒരു ദേഷ്യം ഉറുമ്പിനോടാണ്. ഈ കഥയല്ല മോൻ പറയുന്നത്. മോൻ വലുതായതിനു ശേഷം ഒരു ഏട്ടനെ അനിയനെയും പരിചയപ്പെട്ടു. ഏട്ടൻ ബാങ്കിൽ ഉദ്യോഗസ്ഥനാണ്. നേരത്തെ കൃത്യമായ ശമ്പളം കിട്ടിയാൽ ആ ബാങ്കിൽ 20% ഡെപ്പോസിറ്റ് ചെയ്യും. 19 കൊല്ലക്കാലത്ത് സർവീസ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് സ്വച്ഛമായിട്ട് ജീവിക്കാനുള്ള പണം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അനിയൻ അങ്ങനെയായിരുന്നു. ആരെങ്കിലും 5 രൂപ കൊടുത്താൽ മറ്റൊരുത്തിൻ്റെ അടുത്ത് 5 രൂപയുടെ പണം വാങ്ങിച്ചിട്ട് 10 രൂപയ്ക്ക് പണം കിട്ടും. ഇങ്ങനെ പാടി രസിച്ച് നടക്കുകയാണ്. അവൻ നിരാശപ്പെടുന്നു. മറ്റത് ആൻറ്റാണ്. ഈ ഏട്ടനെ അനിയനെ മോൻ രണ്ടാമത് അവതരിപ്പിക്കുന്നു. അതിൻ്റെ അടുത്ത് ഈ അനിയൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പാട്ടുകാരനും ഒക്കെയാണ്. ആ നാട്ടിലെ അതിസമ്പന്നയും സുന്ദരിയുമായ ഒരു വിധവ ഇയാളുടെ പാട്ട് കേട്ട് ഭ്രമിച്ച് ഇയാളായിട്ട് പ്രേമത്തിലായി. ഇയാളെ കല്യാണം കഴിച്ചു.
ഇയാളെ കല്യാണം കഴിച്ചെന്ന് മാത്രമല്ല, ഇയാളോടുള്ള സ്നേഹാധിക്യം കൊണ്ട് അവരുടെ സ്വത്ത് മുഴുവൻ എൻ്റെ പേരിൽ എഴുതി വെച്ച് 2 ദിവസം കഴിഞ്ഞ പാത്രവിടെ ഈ സ്വത്ത് മുഴുവൻ ഇയാൾക്ക് കിട്ടിയിരുന്നു. അപ്പോൾ മോൻ ഈ ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെ കഥ ആയിരുന്നു. പഴയ അഴുത്തിൻ്റെയും ഗ്രാസ്വാപ്പിൻ്റെയും കഥ അവർ വന്നതാണോ ശരി, ഗ്രാസ്വാപ്പിന് ചെയ്താണോ ശരി, ആൻഡ് ചെയ്താണോ ശരി. ഈ അമ്മൂമ്മ മോമിന് പറഞ്ഞു കൊടുത്ത കഥ പുറകിലേക്ക് പോവുകയും ഈ ധൂർത്തമായ അനിയനും നിഷ്കനായ ഏട്ടൻ്റെയും കഥ മാത്രം നമ്മുടെ മനസ്സിൽ വരികയും. പക്ഷേ എനിക്ക് തോന്നുന്നു മോമിൻ്റെ ആ കഥയെക്കാളൊക്കെ മനോഹരമായിട്ടുള്ള ഒരു ആളുത കഥ എഴുതിയത് എസ്കേപ്പിൻ്റെ കാട്. എസ്കേപ്പിൻ്റെ കാടിൻ്റെ അതിപ്രശസ്തമായ ഒരു കഥയുണ്ട്, ടൈം പീസ് എന്നാണ് കഥയുടെ പേര്. അതേത്രയുള്ളൂ. ഒറ്റക്കാട് കഥ എഴുതണം. കോഴിക്കോട്ടിൽ നിന്നാൽ കഥ എഴുതാൻ പറ്റില്ല. ആളുകൾ മീറ്റിങ്ങിന് ക്ഷണിക്കാൻ പതിന് നിൽക്കുന്നു. അപ്പോൾ ഇയാൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, വയനാട്ടിലൊരു ബംഗ്ലാവ് ഒഴിഞ്ഞെടുക്കുന്നുണ്ട്, അവിടെ പോയാൽ ആരും വരില്ല, സുഖം, മോമ അവിടെ ചെയ്യാം. ചെന്നപ്പോഴത്തേക്ക് ആ കാവൽക്കാരന് വലിയ സന്തോഷം. ഇത്രയും പ്രശസ്തനായ എഴുത്തുകാരൻ തൻ്റെ അതിഥിയായി വന്നിരിക്കുന്നു. അയാളുടെ മുടിയൊക്കെ ഒരുക്കി കൊടുക്കും. ഇവിടെ ഇരുന്നോളൂ, സാറിവിടെ എന്നെ എഴുതിക്കോളൂ, എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഇവിടെ എത്തിക്കാം, ഒരാളും അലട്ടൊന്നുമില്ല. മോമിന് സന്തോഷമായി. അല്ല, ഒറ്റക്കാരൻ സന്തോഷമായി. അതേ അവിടെ ഇന്ന് കഥ എഴുതുന്നുണ്ട്. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ വാച്ച്മാൻ വന്നു, സാർ എനിക്ക് അകത്തം മുടി ഇരുന്നിട്ട് അതിന് എൻ്റെ അനുവാദം എന്തിനാ? നിങ്ങളുടെ ഈ വീട്ടിൽ വന്ന് താമസിക്കാൻ എൻ്റെ അനുവദിച്ചത് തന്നെ നിങ്ങളുടെ സമ്മതിച്ചു. ഇനിയും ഇതിനെന്തിനാണ്? ഉടനെ ഈ വാച്ച്മാൻ ചെന്നാൽ മുറി തുറന്നു. ഒന്നും മാത്രമല്ല, മഴ സാമാനം അങ്ങോട്ടെടുക്കുന്നു, പാത്രം എടുത്തിട്ടുള്ള ശബ്ദം, പഴക്കമുള്ള മഴ ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് ഭയങ്കരമാണ്. അത് കഴിഞ്ഞാൽ നേരത്തെ കുളിച്ച് പുറത്തേക്ക് കിട്ടീസാണ്. എന്താണ് ടൈം പീസാണ്, ചെറിയൊരു ടൈം പീസാണ്. അതിൻ്റെ തൂശിയൊക്കെ ഒടിഞ്ഞ് ആഖറി കണക്കാരെങ്കിലും അടിച്ചു കൊടുത്താൽ കൊള്ളാം. ആ ജാതിയുള്ളൊരു സാധനം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ പണിയൊക്കെ കഴിച്ചത്. ഇല്ല, എന്തെങ്കിലും ഇതിൻ്റെ ആവശ്യം ഇതെനിക്ക് ഇംഗ്ലണ്ടിലേക്ക് അയച്ചു കൊടുക്കാൻ. അപ്പോൾ കുറ്റക്കാരന് കൂടുതൽ എടുത്തത് ഈ സാധനം ഇംഗ്ലണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു. എന്താ ഇതിൻ്റെ കാര്യം കിട്ടും? അയാളെ കഥ ആ ബംഗ്ലാവ് ഒരു ക്രിക്കൻ സാഹിത്യത്തിൻ്റെ വളരെ എക്സെൻട്രിക് ആയിട്ട് സാഹിത്യം. ചിലപ്പോൾ ഇതുവരെ മുന്നിൽ നോക്കി, ചിലപ്പോൾ ആളെല്ലാവരെയും ശ്രദ്ധിക്കും. അങ്ങനെയൊക്കെയാണ്. ഇയാൾ ഇംഗ്ലീഷുകാരനാണോ, ഫ്രഞ്ചുകാരനാണോ, അമേരിക്കക്കാരനാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ അവിടുത്തെ ഒരു ബാല്യക്കാരൻ ഇയാൾ അമേരിക്കക്കാരനാണ് കണ്ടുപിടിച്ചു. ഇങ്ങനെ ഈ സാഹിത്യ യോഗാസനമൊക്കെ ശീലിച്ചിട്ടുള്ളതാണ്. അയാൾ മുറിയൊക്കെ അടച്ച് തലകുത്തിയിരിക്കുന്നു. അപ്പോൾ വാതിൽ പഴുതിലൂടെ ഇയാളെങ്കിൽ നോക്കി തലകുത്തിയിരിക്കുന്നു. മനസ്സിലാക്കി അമേരിക്കയാണ്. അവിടെ ഭൂമിയുടെ മക്കച്ചാണ് ആളുകൾ അഭിനയിക്കുന്നത്. എങ്ങനെയാണ് അമേരിക്കക്കാരനാണ് എന്ന് ഉറപ്പിച്ചത്. ഈ സാഹിത്യം ചിലപ്പോൾ ആളുകളോട് വലിയ നോക്കി ചിലപ്പോൾ ചെയ്തത്. അപ്പോൾ അവിടുത്തെ അന്നത്തെ ഒരു പണിക്കാരൻ ഈ മുറി അടിച്ചു വരുന്ന പെണ്ണിനോട് പറഞ്ഞു, ആ സാഹിത്യൻ്റെ മേശപ്പൊക്കെ ഒരു ടൈം പീസ് ഇരിക്കുന്നു. സാഹിത്യം ഇല്ലാത്തപ്പോഴാണ് നീ ആ മുറി ക്ലീൻ ചെയ്യാൻ കയറുന്നത്. ആ ടൈം പീസ് ഒന്ന് പൊട്ടിക്കുന്നു. അത് വിറ്റാൽ 10-20 രൂപ. എനിക്ക് അത് നല്ലതില്ല, ബാക്കി ഞാൻ അത് നോക്കാനുണ്ട്. അപ്പോൾ സാഹിത്യം ആ ക്രിക്കൻ ടൈം പീസ് പോയത് എന്ന് ചിലപ്പോൾ അന്വേഷിച്ച് നടക്കും. 1-2 ദിവസം കഴിഞ്ഞാൽ ശരി. നമ്മൾ അതുപോലെ തന്നെ സാഹിത്യം ഇല്ലാത്തപ്പോൾ ആ മുറി ക്ലീൻ ചെയ്ത് ഈ ടൈം പീസ് എടുത്ത് അവരുടെ ബ്ലൗസിൻ്റെ മുന്നിൽ ഇവരുടെ ഒരു കഷ്ടകാലം എടുക്കുന്നു. വാച്ച്മാൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. ഇവർക്ക് ഇതെങ്ങനെ കിട്ടേണ്ടതെന്ന് അറിയില്ല. വാച്ച്മാൻ്റെ രസം അയാൾ ഇവിടെ കൈയോടെ എടുത്ത് സാഹിത്യത്തിന് കൊടുക്കുന്നു. സാഹിത്യത്തിന് രസം, സാഹിത്യത്തിന് സംഗതി മനസ്സിലായി എന്ന് മാത്രമല്ല, ആ കൃത്യന് സന്തോഷം. അയാൾ ആ പെണ്ണിനെ കണ്ടുപിടിച്ചു. എന്നിട്ട് 12 കൊല്ലക്കാലം അതിന് സുഖമായിട്ട് അവിടെ താമസിച്ചു. അത് കഴിഞ്ഞാൽ സ്ത്രീ എന്ന രോഗബാധിതയായി മരിച്ചു. അതോടുകൂടി സാഹിത്യമല്ലാതെ ഡിപ്രഷൻ. അക്കാലത്താണ് 2ാം ലോകമഹായുദ്ധം തുടങ്ങുന്നത്. സാഹിത്യം ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോകും, യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോകും. പോയിട്ട് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണെങ്കിൽ അപ്പോൾ ഈ എസ്റ്റേറ്റൊക്കെ എന്താ ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതുവരെ നീ ഇത് നോക്കി നടന്നു. ഞാൻ വന്നില്ല, നീ എടുത്തു
സായിപ്പ് തീരുമാനിച്ചിരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോൾ വന്ന പത്രത്തിൽ ന്യൂസ് ഉണ്ടായിരുന്നു, ജർമ്മനിയുടെ അതിർത്തിയിൽ വെച്ച് യുദ്ധത്തിൽ ഈ സായിപ്പ് മാരകമായ മുറിവേറ്റു, ആശുപത്രിയിലാണ്. പിന്നീട് വിവരങ്ങളുണ്ട്, വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, സായിപ്പ് മരിച്ചിട്ടുണ്ടാകും. പക്ഷേ അപ്രതീക്ഷിതമായി ഒരു കത്ത് വന്നിരിക്കുന്നു, ഞാനിനി രോഗം മുറിവ് വളരെ കഠിനമായിരുന്നു, എനിക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, ശാരീരികമായ അവസ്ഥയാണ്, പുറത്തേക്കൊന്നും പോയില്ല, ഇനി ഇന്ത്യയിലേക്കൊന്നും വരുന്നില്ല, ഞാൻ എസ്റ്റേറ്റും ഇതൊക്കെ നീ എടുത്ത ഒരു കാര്യം മാത്രം, പഴയ ടൈപ്പീസ് അവിടെ ഉണ്ടെങ്കിൽ നീ അത് എനിക്ക് എടുത്ത് അയച്ചു തരുന്നു. അയാൾ ഈ ടൈപ്പീസ് എടുത്തുകൊണ്ട് അയാൾ പറയുന്നുണ്ട്, ഇത് അയച്ചു കൊടുക്കാതെ എനിക്ക് പറ്റില്ല കഴിയുന്നുണ്ട്. ഈ കഥ വായിച്ചതിന് ശേഷം നിങ്ങൾ ഒറ്റക്കാട് കഥ എഴുതാൻ പോയതിനെ പറ്റി ആലോചിക്കുകയോ ടൈപ്പീസിൻ്റെ കഥയെ പറ്റി ആലോചിക്കുകയോ? ഒറ്റക്കാട് കഥ എഴുതാൻ പോയ കാര്യമൊക്കെ നമ്മൾ നടത്തും, ഈ ടൈപ്പീസിൻ്റെ കഥ മാത്രമാണ് നമ്മളുടെ മനസ്സിൽ വരുന്നത്. ഇതാണ് ആവർത്ത കഥകൾ എന്ന് പറയുന്നത്. നിങ്ങളൊരു കഥ പറയുന്നു, ആ കഥയുടെ ഉള്ളിൽ നിന്ന് ഒരു കൃത്യസന്ദർഭത്തിൽ മറ്റൊരു കഥ ജനറേറ്റ് ചെയ്ത് വരുന്നു. ആ രണ്ടാമത്തെ കഥ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആദ്യത്തെ കഥ മറന്നുപോകും എന്നുള്ളത്. ലോകത്തിൽ തന്നെ ആവർത്ത കഥകൾ വളരെ വളരെ ചുരുക്കം ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കഥയുടെ മറ്റൊരു പ്രത്യേകത, കഥ എഴുതാൻ തുടങ്ങുന്നതിനേക്കാൾ പ്രയാസം കഥ എഴുതി അവസാനിപ്പിക്കാനുണ്ട്. കഥ എഴുതി അവസാനിപ്പിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എവിടെ വെച്ചാണ് ഒരു കഥ അവസാനിക്കുക? നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ അല്ല ഏത് കഥയും അവസാനിക്കുന്നുണ്ട്, പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്. കഥ അവസാനിപ്പിക്കുന്നിടത്ത് കഥയ്ക്ക് ട്വിസ്റ്റുകളുണ്ട്. നേരെ ഇങ്ങോട്ട് വരുന്ന കഥ പെട്ടെന്ന് റിവേഴ്സ് ചെയ്യാൻ അങ്ങോട്ട് തിരിച്ചു പോകുന്നു. കഥയ്ക്ക് ട്വിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതിൽ ലോക കഥാകാരന്മാരിൽ ഏറ്റവും പ്രസക്തനായിട്ടുള്ള ഓ ഹെൻറിയാണ്. ഓ ഹെൻറി ട്വിസ്റ്റ് എന്ന് തന്നെയാണ് അതിനെപ്പറ്റി പറയുന്നത്. രസകരമായി പറഞ്ഞു വരുന്ന ഒരു കഥ അതിദുഃഖകരമായി മാറ്റിയിരിക്കുന്നു. അതിദുഃഖകരമായി ഉള്ള ഒരു കഥ അത്യാഹ്ലാദകരമായി മാറ്റിയിരിക്കുന്നു. ഒരു സാധാരണ കഥ അതിഗംഭീരമായ ഒരു കഥയായി മാറ്റിയിരിക്കുന്നു. ഇതൊക്കെ അവസാനത്തെ ഒന്നോ രണ്ടോ വാചകങ്ങളിൽ ഇതൊരു വലിയ ചലഞ്ചാണ്. അതാണ് കഥയിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു സാധാരണ കഥ, ഒരു സാധാരണമല്ല കഥ, പക്ഷെ അത് എത്ര പെട്ടെന്ന് അതിഗംഭീരമായ ഒരു കഥയാവുന്നു എന്നതിന് മലയാളത്തിൽ ഉദാഹരണമുണ്ട്. കഥ ഇത്രയുള്ളൂ. ഒരു സ്കൂൾ മാഷ്, നമുക്ക് പരിചയമുള്ള ആര്യൻ്റെയൊക്കെ കഥകളിലുള്ള സ്കൂൾ മാഷ്, ദാരിദ്ര്യം ആണ് വീട്ടിൽ മുഴുവൻ. അങ്ങനെയുള്ള ഒരു സ്കൂൾ മാഷ്ക്ക് ഒരു ട്യൂഷൻ കിട്ടുന്നു. ഒരു സമ്പന്നൻ്റെ വീട്ടിലെ ഒരു കുട്ടിക്ക് ട്യൂഷൻ. 6 വയസ്സ് പ്രായമായ ഒരു കുട്ടി, മിടുക്കൻ ആണ്, നല്ലോണം പഠിക്കുകയൊക്കെ ചെയ്യുക. അവന് ട്യൂഷൻ. അന്നത്തെ കാലത്ത് സ്കൂൾ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള പൊതുച്ചോറിൻ്റെ കഥയൊക്കെ നമുക്കറിയാം. നിസ്സാരമായിട്ടുള്ള ശമ്പളം മാത്രമേ കിട്ടുള്ളൂ. ഈ ട്യൂഷൻ വളരെ കുറച്ച് പൈസ കിട്ടുള്ളൂ, പക്ഷെ അവിടെ ഭക്ഷണം കിട്ടും. അങ്ങനെ മാഷക്ക് അവിടുന്ന് ഭക്ഷണം കിട്ടുമ്പോൾ വീട്ടിൽ മാഷ ഭക്ഷണം മറ്റുള്ളവർക്ക് കഴിക്കാൻ. അതുകൊണ്ടാണ് ഇയാൾ ആ ട്യൂഷന് പോകുന്നത്. കുട്ടിക്ക് മാഷ വലിയ ഇഷ്ടമാണ്, മാഷക്ക് കുട്ടിയെ വലിയ ഇഷ്ടമാണ്. ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ട്യൂഷൻ മാഷ് ചെന്ന് കഴിയുമ്പോൾ ഇവൻ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഇത്ര സന്തോഷം ഇരുന്നപ്പോൾ കയ്യിൽ ഒരു സിഗരറ്റിൻ്റെ കൂട് രണ്ടായിട്ട് കിഴി വട്ടത്തിൽ ചുറ്റിച്ചാൽ വെച്ചിരിക്കുകയാണ്. ഇത് പൊട്ടിക്കാൻ പറ്റും, വറക്കാൻ പറ്റും. മാഷ് പഠിപ്പിക്കുകയാണ്. കുറച്ചു നേരം പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ അവരത് പൊട്ടിച്ചു. അപ്പോൾ മാഷക്ക് പെട്ടെന്ന് തോന്നി പഠിക്കണില്ല, പഠിത്തം കഴിഞ്ഞിട്ട് പോയി. കുട്ടിക്ക് തോന്നി ശരിയാണ്, അത് മതിയായി നോക്കുന്നു. മാഷ് വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ ഇതിന് പൈസ ആറാണ്, ഇവൻ്റെ കൈവശം മറ്റേ പകുതിയിരിക്കും. എത്ര നേരവും പിടിച്ചിരിക്കും. കുറച്ച് പഠിച്ചു. മാഷ്ക്ക് പെട്ടെന്ന് സ്വന്തം മനസ്സിലായി. അവൻ്റെ തുടയമേ കൈകൊണ്ട് അടിയുന്നു. വലിയ വേദന എടുക്കുന്ന അടിയൊന്നുമല്ല, അടി കൊണ്ടുപോയി
കുട്ടിയൊക്കെ വരികയാണ്. എൻ്റെ മുഖമൊക്കെ ചുമന്ന് കണ്ണൊക്കെ നടന്നു. അപ്പോൾ മാഷ്ക്കും തോന്നി എൻ്റെ പ്രായമായിരുന്നു, 6 വയസ്സായിരുന്നു. പക്ഷെ വേണ്ടായാലും ഇതിന് ട്യൂഷൻ വേണ്ട, മതി കുട്ടിയെ പറഞ്ഞു. പിറ്റേ ദിവസം ട്യൂഷന് മാഷ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ കൊണ്ട് പറഞ്ഞു, ഇന്ന് മാഷ് വരണ്ട, ഒരു സുഖമില്ല. മാഷ് ബോധ്യായി. അടികൊണ്ട കാര്യം വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ, എൻ്റെ മകനെ തനി പഠിപ്പിക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ശരി. പിറ്റേ ദിവസവും ആ സമയമായപ്പോൾ അതേ ആളുകൾ പറഞ്ഞു, എൻ്റെ പനി മാറിയിട്ടില്ല, ഇനി മാഷ് വരേണ്ട ദിവസം പറയാം, അപ്പം വന്നാൽ മതി. ട്യൂഷൻ ഒരാഴ്ച അയാൾ പഠിച്ചു കാര്യം കഴിഞ്ഞു. പക്ഷെ ദാരിദ്ര്യമാണ്, വിശപ്പാണ് പ്രശ്നം. എല്ലാ ആത്മാഭിമാനവും വിട്ട് ഇയാൾ ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോകണം. വീട്ടിൽ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചപ്പോൾ വാതിൽ തുറക്കുന്നത് കുട്ടിയുടെ അമ്മയാണ്. ഈ മാഷെ കണ്ടപ്പോൾ സ്ത്രീകൾക്ക് അറിയാൻ പെട്ടെന്ന് മാഷക്ക് തോന്നി, ഇത്ര ആരോഗ്യമായിട്ട് കുട്ടിയാണെന്ന് ഞാൻ പഠിച്ചത്. അതായത് അപ്പോഴത്തേക്കും ആ സ്ത്രീയുടെ പുറകിൽ നിന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ മുമ്പോട്ട് വരും. മാഷ ഇങ്ങനെ തോളത്ത് വരും, ഗേറ്റിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു. ഈ കുട്ടി അടികൊണ്ട കാര്യമൊന്നും വീട്ടിൽ പറഞ്ഞിട്ടേക്കില്ല. പക്ഷെ അന്ന് വൈകുന്നേരം അതിന് പനി തുടങ്ങി, പനി കൂടി. 2 ദിവസം വെച്ചുകൊണ്ടിരുന്നു, കുറഞ്ഞില്ല. ആശുപത്രി കൊണ്ടുപോയി, പനി വീണ്ടും കൂടി. ആ കുട്ടി മരിച്ചു. അതാണ് കഥ. ഇതൊരു നല്ല കഥയാണ്. പക്ഷേ ഇതിൻ്റെ അവസാനത്തെ വാചകമാകുമ്പോഴാണ് ഇത് ഉദാത്തമായ കഥയാണ്. കുട്ടി മരിച്ചു എന്ന് കേട്ടപ്പോൾ മാഷ് കയ്യിൽ തൂക്കിപ്പിടിച്ചിരുന്ന സഞ്ചി നേരത്തേക്ക് വീണു. അതിൽ നിന്ന് പുറത്തേക്ക് തെളിച്ചത് ഒഴിഞ്ഞ സിഗരറ്റ് കൂടിയായിരുന്നു എന്നുള്ളത്. ആ ഒരൊറ്റ വാചകം വായിക്കുന്നതോടുകൂടി ഈ കഥയുടെ ഡൈമെൻഷൻ എത്ര വലുതാവുകയാണ് എന്നതാണ്. ഈ ഒരാഴ്ച മുഴുവൻ ഈ കുസൃതിക്ക് പൊട്ടിക്കാൻ വേണ്ടി അവർ ഒഴിഞ്ഞ സിഗരറ്റ് കൂടികളൊക്കെ സഞ്ചിയിലാക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ ബന്ധത്തിൻ്റെ ഓർമ്മ എന്തൊരു ശക്തിയായിട്ടാണ് ഈ കഥയെ അവതരിപ്പിക്കാൻ സാധിക്കും. ഇത് സാധാരണ 60 വയസ്സായ ഭാര്യയും കൂടി അയാൾ യൂറോപ്യൻ പര്യടനത്തിൽ പോയ കഥയാണ്. വളരെ ആഹ്ലാദകരമായിട്ടുള്ള കഥയാണ്. ചിത്രീകരിക്കുന്നത് അവരുടെ കാഴ്ചകളെ പറ്റി ഒക്കെ പറയുന്നത് സന്തോഷം. അതിൽ യൂറോപ്യൻ പര്യടനത്തിനിടയ്ക്ക് ജെറൂസലേമിലെത്തി. ജെറൂസലേമിൽ അവരെ താമസിക്കുന്നു. ജെറൂസലേമിൽ താമസിക്കുമ്പോൾ ഈ സ്ത്രീക്ക് പെട്ടെന്ന് രോഗം വന്നു, അവർ മരിച്ചു. അപ്പോൾ മൃതശരീരം ചെയ്യുന്നു. ജെറൂസലേമിൽ സംസ്കരിക്കുകയാണെങ്കിൽ $100 കൊടുക്കണം. ഇന്ത്യയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ $5000. ഞങ്ങൾ പറഞ്ഞു, ഞാൻ ഇന്ത്യയിലേക്ക് കൊടുക്കണം. അപ്പോൾ അവരെ അതിന് വേണ്ട അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അയാൾ വിചാരിച്ചു, ഈ 10-40 കൊല്ലത്തെ വൈവാഹിക ജീവിതത്തിന് ശേഷവും ഇയാൾ ഈ ഭാര്യയോടുള്ള ലോയൽറ്റി, അവരോടുള്ള സ്നേഹം ഒക്കെ അവിടെ കൊണ്ടുപോയാൽ സംസ്കരിക്കുകയൊക്കെ ചെയ്യുന്നു. എന്തിനാണ് ഇത് കൊണ്ടുപോകുന്നത്? അയാൾ പറഞ്ഞു, ജെറൂസലേമിൽ ഒരാളെ സംസ്കരിച്ചിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ്. ആ കഥകൾ കേൾക്കുമ്പോൾ അതുവരെ വന്നവരുടെ സ്നേഹഭാവത്തിന് ഏറെ കോൺഫിഡൻഷനായിട്ടാണ് ഈ കഥ പറയുന്നത്. അതുവരെ പറഞ്ഞു കഴിഞ്ഞത് നേരെ ഓപ്പോസിറ്റായിട്ടാണ്. നമ്മുടെ നാട്ടിലുണ്ട് എൻ്റെ കഥ. പള്ളിയിൽ അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചോദിച്ച ഒരു കഥയുണ്ട്. ഉപയോഗിക്കുന്ന ആളുകളോട് ചോദിച്ചു, സ്ത്രീകളോട് ചോദിച്ചു, ഇപ്പോഴൊക്കെ ഭർത്താവിൻ്റെ കൂടെ അടുത്ത ജന്മം ജീവിക്കാൻ തയ്യാറുള്ള ആളുകൾ കഴിയുമ്പോൾ ഒരാളെ കഴിയുന്നില്ല. അച്ഛന് വലിയ ബന്ധമില്ല. എനിക്കിപ്പോൾ കുറേ പ്രായമായ സ്ത്രീ മാത്രം ഇങ്ങനെ കഴിയും വെക്കുന്നു. അമ്മാമ്മകൾ പിടിച്ചു കൊണ്ടുവരുന്നത് ഈ ചെറുപ്പക്കാരികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കും. എന്തുകൊണ്ടാണ് അമ്മാമ്മ സ്ത്രീ പറയും, ഒരു ജന്മല്ല 10 ജന്മം ജീവിച്ചാൽ അയാൾക്ക് സൂര്യൻ അവസാനത്തെ വാക്കുകൊണ്ട് എന്താ വേറെ ഓപ്പോസിറ്റായി മാറിത്തീരുകയാണ് ചെയ്യുന്നത്. ഇതാണ് എനിക്ക് ട്വിസ്റ്റ് എന്നതിനെ പറ്റി പറയുന്നത്. എന്തിനൊക്കെ കഥകളുണ്ട് അത്തരം ട്വിസ്റ്റുകളുടെ മനോഹരമായിട്ടുള്ളത്. ഷെർലക് ഹോംസ് എന്നൊരു കഥ. PK പ്രസിദ്ധമായിട്ടുള്ള ഷെർലക് ഹോംസ് എന്നുള്ള കഥ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് കൊണ്ട് ചിരിപ്പിക്കുന്ന കഥയുണ്ട്.
അയാൾ ചോദിച്ചു. അവിടെ നിർമ്മിക്കുന്ന ആൾ പറഞ്ഞു അയാളൊരു പട്ടാളക്കാരനാണ്, അയാൾ ഇന്ത്യക്കാരനാണ്, അയാളുടെ ഭാര്യ മരിച്ചിരിക്കുന്നു, അയാളുടെ വീട്ടിൽ ചെറിയ കുട്ടിയുണ്ട്. ഒരാളെ കണ്ടോണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ അയാൾ ആ കൈ വീശിയുള്ള നടപ്പ് കണ്ടാൽ അയാളുടെ ഇരുണ്ട നിറം കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വെച്ചാണ്, ആഫ്രിക്കയിലൊക്കെ ആണെങ്കിൽ കൂടുതൽ അത്രയും. ഈ മഴച്ചാറ്റിനോട് നമ്മളെ പോലെ ഇവിടെ നിൽക്കാത്ത അയാളുടെ വീട്ടിൽ ചെറിയ കുട്ടിയുണ്ട്. അത് ആ കുട്ടിയാണ് അതിന് വേണ്ടി നമുക്ക് തോന്നി അത്ഭുതം തോന്നി. ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ ഊഹിച്ചെടുക്കുന്നത്? എന്തും അവതരായി. കുറച്ച് കഴിയുമ്പോൾ അതിൽ ഒരു 35 വയസ്സായ സ്ത്രീ നടന്നു പോകുന്നു. അപ്പൊ ഈ കേട്ട ആൾക്ക് പെട്ടെന്ന് ആവേശം കിട്ടി. അവരെ പറ്റി അവരൊരു സ്കൂൾ ടീച്ചർ, അവരുടെ മകൻ, അവരുടെ കുട്ടി മിഡിൽ സ്കൂളിലാണ് പഠിക്കുന്നത്. അവരുടെ ഭർത്താവിനെ ഒന്നിന് വളർന്നു എങ്ങനെയാണ് മനസ്സിലാക്കി? കുട്ടി വീട്ടിലുണ്ട്, മിഡിൽ സ്കൂളാണെന്ന് മനസ്സിലാക്കിയത് അവരുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്ക് കണ്ടാണ്. ഹൈസ്കൂളാണ് കുട്ടി എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പേപ്പറുകളുടെ കുട്ടിയുള്ളൂ, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാകും. ഇത് മലയാളം പേപ്പറുകൊണ്ട് പോയതുകൊണ്ടാണ് മിഡിൽ സ്കൂളാണ്. അവരുടെ മുഖം വാടിയിരിക്കുന്നതാണ്, ഉച്ചപ്പട്ടിയാണ്, സ്കൂൾ ടീച്ചറാണ്. അവരുടെ ഭർത്താവ് ഒന്നിനും വളരാത്തവരാണ്, അല്ലെങ്കിൽ സ്ത്രീ ഇത്ര കഷ്ടപ്പെട്ട് ഈ മഴയിൽ തിരിച്ചു പോകുന്നു. അപ്പം മറ്റേ യുക്തി എന്തിനാണ് പറഞ്ഞത്? ആട്ടെ ഞാൻ അന്വേഷിക്കാനൊന്നുമില്ലാതെ എൻ്റെ ഭാര്യ സ്വഭാവവും ഇതായി ഒരുപാട് കഥകൾ അവസാനത്തെ ക്രിസ്തുവിൻ്റെ കഥ രസകരമാക്കി മാറ്റി തീർക്കാൻ പറ്റും. സാഹിത്യരചനയിൽ സാമൂഹ്യ വിമർശനം, കവിതയിൽ നമ്മൾ സാമൂഹ്യ വിമർശനം നടത്തുന്നുണ്ട്. നാടകമാണ് സാമൂഹ്യ വിമർശനത്തിന് ഏറ്റവും ശക്തമായ ആയുധമായി നമ്മൾ കണക്കാക്കുന്നത് നാടകം ആണ്. പക്ഷെ ചെറുകഥയിലും സാമൂഹ്യ വിമർശനം സാധിക്കും. വളരെ ശക്തമായ സാമൂഹ്യ വിമർശനമുള്ള കഥകൾ നമുക്ക് ധാരാളം ഉണ്ട്. ഉദാഹരണമായിട്ട് നമ്മളുടെ നാട്ടിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ചിലർക്ക് ഭക്തി, അത് വ്യക്തിപരമായ ഒരു അനുഗ്രഹം എന്നുള്ള സ്ഥാനത്തിന് പകരം ശരിക്കും മാർക്കറ്റ് ചെയ്യാവുന്ന ഒരു ഉൽപ്പന്നത്തിനുള്ള നിലയിലാണ് ഇപ്പോൾ കണ്ടാക്കുന്നത്. ഇതേപറ്റി സാമൂഹ്യ വിമർശനപരമായിട്ടുള്ള കഥ വന്നിട്ടുണ്ട്. ഇത് എഴുതിയത് മറ്റാരുമല്ല, ബിഷപ്പ് മാർ അപ്രൈം ആണ്. മാർ അപ്രൈമിൻ്റെ ഒരു കഥയുണ്ട്. കഥ ഇത്രയുള്ളൂ. ഒരു പട്ടാളക്കാരനും ഒരു ബിഷപ്പും മരിച്ചു. അവർ രണ്ടുപേരും സ്വർഗത്തിലേക്ക്. അപ്പോൾ ഗബ്രിയേൽ മാലാഖയാണ് സ്വർഗത്തിൻ്റെ പടിക്ക് കാവൽക്കാരനായിട്ട് വരുന്നത്. ഇവരുടെ അടുത്ത് നിന്ന് റെസീറ്റ് വാങ്ങിച്ചു നോക്കി, രണ്ടുപേരെ ഒറ്റയ്ക്ക് കയറ്റി. എൻട്രി പാസ് ശരിയാണ്. എന്നിട്ട് പട്ടാളക്കാരനോട് പറഞ്ഞു, ഇതിലേ പോയാൽ ആ മൂലയ്ക്ക് ഒരു 4-5 നിലയുടെ ഒരു കെട്ടിടം കാണും, അവിടെ ഒരു വാച്ച്മാൻ ഉണ്ടാവും, അയാളോട് പറഞ്ഞാൽ നിങ്ങളുടെ മൂടി കാണിച്ചു ഇവിടെ താമസിക്കാം. ബിഷപ്പിനെ കൊട്ടും കരവയും ഒക്കെ ആയിട്ട് സ്വീകരിക്കാൻ വന്നു. പട്ടാളക്കാരൻ തിരിച്ചു വന്നിട്ടുണ്ടാവും, മര്യാദയാണ്. ഭൂമിയിൽ പുണ്യം ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും സ്വർഗത്തിൽ വന്നു. എന്നിട്ട് അതിൽ ഒരാളെ നീ ഒന്നാളെ കൊണ്ടോ മറ്റേയാളെ മാത്രം സ്വീകരിക്കുന്നത് അത് ന്യായമല്ല. അപ്പൊ ഗംഭീരന്മാരെ അയ്യോ അങ്ങനെയൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ല. 14 കൊല്ലമായി ഞാനിവിടെ കാവൽ നടന്നു. പട്ടാളക്കാർ ദിവസം 5-6 പേര് വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ബിഷപ്പ് വന്ന് ആ സന്തോഷം. ഈ മതത്തിന്റെ വിൽപ്പനയെ പറ്റി മാറാപ്രയം അല്ല ആ കഥ എഴുതിയിരുന്നുണ്ടെങ്കിൽ ഈ നാട്ടിക്കാരാകുന്നത്. മാറാപ്രയം ആ കഥ എഴുതിയത് കാരണം അത് കൊറോണടുത്ത് വളരെ കൃത്യമായിട്ട് ഇങ്ങനെ സാമൂഹ്യ നിരൂപണത്തിനും, അത് പൊളിറ്റിക്കൽ സെറ്റയറാവാം, സോഷ്യൽ സെറ്റയറാവാം, പല വിധത്തിലുള്ള കഥകൾ ആവാം. നമുക്ക് ഉദാഹരണമായിട്ട് ഞാനൊരു ഗാന്ധി ദർശനം, ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഒന്നാണല്ലോ ഗാന്ധി എന്നുള്ളത്. ഗാന്ധി ദർശനം എന്നൊരു കഥ. ചെറിയ
20 വയസ്സിൽ താഴെയുള്ളവർക്കായി നടികളും വിവാഹമോചനവും എന്ന വിഷയത്തിൽ ഉപന്യാസ മത്സരം നടത്തിയപ്പോൾ വായനശാല പരിസരത്ത് തിങ്ങിക്കൂടിയ മത്സരാർത്ഥികളെ ഇരുത്താൻ സ്ഥലമില്ലാതെ മത്സരം കടപ്പുറത്തേക്ക് മാറ്റേണ്ടി വന്നു. 1ാം സമ്മാനം ഒരു കുട്ടി സ്പോർട്സായിരുന്നു. ഗാന്ധി ദർശനത്തെ പറ്റി ഇന്ത്യയിൽ എവിടെ നിൽക്കുന്നു ഗാന്ധി എന്നുള്ളതിനെ പറ്റിയുള്ള സോഷ്യൽ വെറുതെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ചങ്ങമ്പുഴ ഊതി വീർപ്പിച്ച പ്രണയം മലയാളിയുടെ ജീവിതത്തിൽ പ്രണയത്തിന് എന്തെങ്കിലും കുറച്ചു കാലം മുമ്പ് വരെ വളരെ സാഹസികരായ സ്കൂൾ കുട്ടികളുടെ പരീക്ഷണം എന്നുള്ള നിലയിൽ അതിൻ്റെ പ്രസക്തിയുണ്ട്. ഇപ്പം അതുമില്ല. പക്ഷെ ചങ്ങമ്പുഴ രമണനിലും അതിലും ഉയർത്തി വെച്ചിരിക്കുന്ന ആ പ്രണയത്തെ പറ്റി സോഷ്യൽ സെൻറ്ററായിട്ടുള്ള കഥയാണ്. ഭാര്യയും ഭർത്താവും രമണനും കഥയുടെ രമണൻ വായിച്ചു കഴിഞ്ഞ് കരഞ്ഞു തുടുത്ത മുഖവുമായി ഭാര്യ ഇടറിയ സ്വരത്തിൽ ഭർത്താവിനോട് ചോദിച്ചു. രമണൻ ആത്മഹത്യ ചെയ്യാതെ വേറെ വിവാഹം കഴിച്ചിരുന്നില്ല. ഭർത്താവ് ശാന്തനായി മറുപടി പറഞ്ഞു, ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ചങ്ങമ്പുഴ ഊതി വിളിപ്പിച്ച പ്രേമത്തിൻ്റെ സോപ്പ് കുമ്പള ബുദ്ധിമുട്ടുകയാണ്. ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിൻ്റെ പല തലങ്ങളിലേക്കും ഇനി ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനും, അത് കഥയെഴുത്ത് എങ്ങനെ പരിശീലിക്കാം എന്നുള്ളതിന്. കഥയെഴുത്ത് എങ്ങനെ പരിശീലിക്കാം എന്നുള്ളത് മറ്റാരും ചെയ്യാതെ നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. നിങ്ങൾ എൻ്റെ ഒരു കഥ വായിക്കുന്നു, മാധവിക്കുട്ടിയുടെ ഒരു കഥ വായിക്കുന്നു, അല്ലെങ്കിൽ മറ്റേ എസ്.വി. വേണുഗോപാലിൻ്റെ ഒരു കഥ വായിക്കുന്നു. ആ കഥ വായിച്ചതിന് ശേഷം അതേ കഥ നിങ്ങൾ എഴുതുക. അതിൻ്റെ ആ കഥാബീജം മാത്രം നിങ്ങൾക്ക് മറ്റേ അതിൻ്റെ ബോഡി മുതൽ നിങ്ങളുടേതായിട്ട് എഴുതുക. അപ്പോഴാണ് എങ്ങനെയാണ് ഒരു വിദഗ്ധനായ കഥാകാരൻ ഇത് എഴുതുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്ക് ബോധ്യപ്പെടും. ഇത് മറ്റാരും കാണുന്നില്ല. നിങ്ങൾ എഴുതിയിരിക്കുന്ന ഈ കോമാളിത്തം നിങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ എങ്ങനെ ഒരു ആശയം ആവിഷ്കരിക്കാൻ പറ്റും? ഉദാഹരണമായിട്ട് ചില ആൾക്ക് മാത്രമേ ചില കഥകൾ എഴുതാൻ പറ്റൂ. വേണുഗോപാലിൻ്റെ ഒരു കഥയുണ്ട്, ജനനി എന്നാണ് കഥ എഴുതുന്നത്. ജനനി ജന്മം കുറിച്ച സ്വർഗാതവികരീസി എന്നൊക്കെ നമ്മൾ ഏറ്റവും സ്വർഗത്തേക്കാൾ കേവലമാണ് അമ്മ എന്നുള്ള പറയുന്നുണ്ട്. ആ അമ്മ എന്നുള്ള മഹിതമായ ആശയത്തെ എന്തൊരു ഭീകരമായിട്ടാണ് വേണുഗോപാൽ ആ കഥയിൽ പറ്റിക്കുന്നത്. ഒരു ധർമ്മകാരിയുടെ കഥയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില ടൈറ്റിലുകൾ വായിച്ചു കഴിഞ്ഞാൽ ആ കഥ എത്രയായാലും ഉണ്ടെങ്കോ ഞാൻ വായിച്ചൊരു കഥയാണ്. പക്ഷെ ഇപ്പോഴും ആ ടൈറ്റിൽ കേട്ടാൽ എൻ്റെ മനസ്സിലാ കഥ തന്നെയാണ്. ജനനി എന്നാണ് കഥയുടെ പേര്. ഒരു ധർമ്മക്കാരി ഒരു വൈകുന്നേരം അവളുടെ മരിച്ചു പോയ 2-3 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് റോഡരികിൽ മണ്ണിങ്ങനെ മാറ്റും. ഒരു ബീച്ച് പോലീസുകാരൻ കാണും. എന്താണ് കാണിക്കുന്നത്? ഇത് ചത്തുപോയി ഇതിനെ കുഴിച്ചിടാൻ പോവുകയാണ്. ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്. ഇന്ത്യ കൊണ്ടാല്ലാതെ എങ്ങനെ അറിയില്ലേ? അയ്യോ, അത് ജനിച്ചപ്പോൾ തന്നെ രാസൊന്നും ഉണ്ടായിരുന്നില്ല. അതിനെ കുഴിച്ചിടാൻ പോവുകയാണ്. റോഡ് നോക്കത്താണ് നോക്കി കുഴിച്ചിടുന്നത്. അങ്ങനെ വേണ്ട പറഞ്ഞു കൊണ്ട് കുഴിച്ചിടുന്നു. പോലീസുകാർ ദേഷ്യപ്പെടുന്നു. അവളെ കുറിച്ച് ജയിലിൽ കൊണ്ടിട്ടു. പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കണം. ഇവിടെ പോകുന്നതാണ് എന്നാണ് പറയുന്നത്. ഇവിടെ എവിടെയായാലും അല്ലെങ്കിൽ ജയിലിലാണ് കിടക്കുന്നത്. ജയിലായി ഒരു 9 മണിയായപ്പോൾ അവൾ വന്നിരിക്കുന്നു. തുണി വേണം. അപ്പോൾ അവിടെ കിടന്നിരുന്ന ഏതോ ഒരു കൈക്കുണ്ട് പോലീസുകാരൻ തട്ടിയിട്ട് കൊടുത്തു. അതുകൊണ്ട് അവിടെ നിലമൊക്കെ തുടങ്ങി. എന്നിട്ട് ഈ കുഞ്ഞിൻ്റെ മൃതശരീരമുണ്ട്, അത് ഈ തുണിയിലൊക്കെ തൊട്ടിയത്. അപ്പോൾ കൊച്ചിനെ കണക്കാണ്ടിരിക്കാനാണ് എൻ്റെ പോലീസുകാർ അയാളുടെ ഒരു വളിച്ച ഫലിതം. ഇവളൊന്നും മറുപടി പറഞ്ഞു. അത് കഴിഞ്ഞ് പോലീസുകാരൻ നോക്കി നിൽക്കുമ്പോൾ അവൾ ആ പൊടി തടക്കെ വെച്ചിട്ട് അയാളെ ജനനി എന്നുള്ള ഈ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തെ ഇത്രയും ക്രൂരമായിട്ട് ഈ കുഞ്ഞിൻ്റെ മൃതശരീരം പതയുടെ അടുത്ത് വെച്ച് അങ്ങനത്തെ ഒരു രംഗം എടുത്ത് വെച്ച് നിങ്ങൾ സ്വയം എഴുതുന്നു. എഴുതി നോക്കുമ്പോഴാണ് വേണുഗോപാലിൻ്റെ കഥയുടെ ക്രാഫ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ
കഴിക്കുന്നതിനിടയിലായിരിക്കാം ഒരു ഫ്ലാഷ് എന്നുള്ള നിലയിൽ നിങ്ങളുടെ മനസ്സിൻ്റെ കഥാപിയെ കുറച്ചു വരും. അതങ്ങനെ മറന്നു പോകും, പിന്നെ അത് തിരിച്ചു കിട്ടും. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന മട്ടിൽ, നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന മട്ടിൽ ഒന്നോ രണ്ടോ വാക്കുകളിൽ കുറിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഭാവിയിൽ എപ്പോഴെങ്കിലും അതൊരു കഥയാവാം, ആവാതിരിക്കാം എന്നുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കഥ എങ്ങനെ എഴുതാമെന്നല്ല ഞാൻ പറഞ്ഞത്, എങ്ങനെയൊക്കെ കഥ എഴുതിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി കഥകൾ ഭാവിയിൽ എഴുതപ്പെടാം. അങ്ങനെ എഴുതപ്പെട്ടാൽ ഭാവിയിൽ കഥയെപ്പറ്റി പറയുന്ന ഒരാൾ അങ്ങനെയും കൂടെ കഥ എഴുതിയിട്ടുണ്ട് എന്ന് പറയും എന്നുള്ളത് പറഞ്ഞ് ഈ സാഹിത്യ തറവാട്ടിലെ കാരണവരുടെ പുറകെ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളത് മാത്രം